മക്കളെ നമുക്കപ്പോൾ എങ്ങനെയാണ് ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. ഈ ഒരു വീഡിയോ പാർട്ടിലേക്ക് വരുന്നതിന് മുമ്പ് ആദ്യം തന്നെ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്താണ്, അത് എങ്ങനെ പ്രിപ്പയർ ചെയ്യാന്നുള്ളതിനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടാവണം. അതേപോലെ തന്നെ ബാലൻസ് ഷീറ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതിനെ കുറിച്ചുള്ളൊരു ഐഡിയ ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ അഡ്ജസ്റ്റ്മെൻറ്റുകളെ അല്ലേ, പലതരം കമ്പനീസിൽ വരുന്ന അഡ്ജസ്റ്റ്മെൻറ്റുകളെ എങ്ങനെയൊക്കെയാണ് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. അത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഈ ന്യൂ പാർട്ടിലേക്ക് വന്നാൽ മതി. ഒപ്പം അഡ്ജസ്റ്റ്മെൻറ്റ് നോട്ട് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവണം കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻ നോട്ടിലേക്ക് എഴുതിയില്ലേ, അത് നമുക്ക് പ്രോബ്ലത്തിലേക്ക് കിടക്കാം അല്ലേ. ക്വസ്റ്റ്യൻ നോട്ടിലേക്ക് എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. രാം സിമെൻറ്റ് കമ്പനി ലിമിറ്റഡിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുണ്ട്. അതേപോലെ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റുകളും തന്നിട്ടുണ്ട് അല്ലേ മക്കളെ. ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻ ആദ്യം നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നോട്ടിലേക്ക് എഴുതുക കേട്ടോ, വീണ്ടും എടുത്ത് പറയുന്ന ക്വസ്റ്റ്യൻ നോട്ടിലേക്ക് എഴുതുക. The following is the trial balance of Ram Cement Company Limited as on 31st March 2020. അപ്പോൾ രാം സിമെൻറ്റ് കമ്പനി ലിമിറ്റഡിൻ്റെ ട്രയൽ ബാലൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത് 31/3/2020. ദെൻ ഡെബിറ്റ് ബാലൻസ് തന്നിട്ടുണ്ട്, അതുപോലെ ക്രെഡിറ്റ് ബാലൻസസ് നമുക്ക് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് തന്നിരിക്കുന്നത്. ആദ്യം നമുക്ക് ഡെബിറ്റ് ബാലൻസസ് നോക്കാം. ഫസ്റ്റ് ഐറ്റം സ്റ്റോക്ക് 1/4/2019 75,000. സ്റ്റോക്ക് 1/4/2019 എന്ന് പറയുന്നത് ഓപ്പണിംഗ് സ്റ്റോക്കാണ് 75,000. Purchases 2,45,000. Wages 50,000. Furniture and fitting 17,000. Salaries 7,500. Rent 4,950. Sundry expense 7,050. Dividend paid 9,000. Debtors 37,500. Machinery 29,000. And cash in hand 10,200. Cash in bank 6,000. Patent and trademark 4,830. റൈറ്റ്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഡെബിറ്റ് ബാലൻസസ് തന്നിരിക്കുന്നത്. ദെൻ ക്രെഡിറ്റ് ബാലൻസസ് ആയിട്ട് സെയിൽസ് 3,50,000. P&L പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റിൽ 31/3/2019, അതായത് കഴിഞ്ഞ വർഷത്തിലെ പ്രോഫിറ്റ് നമുക്ക് ബ്രോഡ് ഡൗൺ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഓപ്പണിംഗ് ആണ്, ഓപ്പണിംഗ് സർപ്ലസ് അല്ലെങ്കിൽ ഓപ്പണിംഗ് പ്രോഫിറ്റ് 15,030, 15,030. ദെൻ ഷെയർ ക്യാപിറ്റൽ 10,000 ഇക്വിറ്റി ഷെയർസ് ആയിട്ടാണ് 10 രൂപ പ്രകാരം 1 lakh. സൺഡ്രി ക്രെഡിറ്റേഴ്സ് 17,500. റിസർവ് ഫണ്ട് 15,500. ഡിസ്കൗണ്ട് റിസീവ്ഡ് 5,000. ഇത്രയുമാണ് നമുക്ക് ട്രയൽ ബാലൻസ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഐറ്റംസ് ഒക്കെ എവിടെയൊക്കെ റെക്കോർഡ് ചെയ്യുന്നത് ഓർമ്മയുണ്ടല്ലോ. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എങ്ങനെയാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് തയ്യാറാക്കുക, അതേപോലെ തന്നെ എങ്ങനെയാണ് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നതൊക്കെ പഠിച്ചാണ് അല്ലേ. അപ്പോൾ നമുക്ക് അറിയാം എന്തൊക്കെയാണ് ഐറ്റംസ് റെക്കോർഡ് ചെയ്യുക എന്നുള്ളത്, എവിടെയൊക്കെയാണെന്നുള്ളത്. അഡ്ജസ്റ്റ്മെൻറ്റും കൂടി ഒന്ന് നോക്കാം. നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് നോട്ടിലേക്ക് എഴുതണേ. അഡ്ജസ്റ്റ്മെൻറ്റ് തന്നിരിക്കുന്നത് സ്റ്റോക്ക് ഓൺ 31st March 2020 വാസ് വർത്ത് ₹82,000. അത് 31/3/2020 സ്റ്റോക്കാണ്. അതിനർത്ഥം ആ ഇയറിലെ ക്ലോസിംഗ് സ്റ്റോക്കാണ്. ക്ലോസിംഗ് സ്റ്റോക്കാണ് കണ്ടത് 31/3/2020 തന്നിരിക്കുന്നത്. ക്ലോസിംഗ് ആണ് തന്നിരിക്കുന്നത്. ഇയർ എൻ്റെ എപ്പോഴാണ് ചെയ്യുന്നത് 31/3/2020. ഓക്കെ, അപ്പോൾ ഇയർ എൻഡിങ്ങിൽ സ്റ്റോക്കാണ്, അതായത് ക്ലോസിംഗ് സ്റ്റോക്ക് 82,000. ഫസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്. സെക്കൻഡ് വൺ ഡിപ്രീസിയേറ്റ് ഫിക്സഡ് അസറ്റ് അറ്റ് 10% ആൻഡ് പേറ്റൻസ് ആൻഡ് ട്രേഡ് മാർക്ക് 10%. ഇവിടെ പേറ്റൻസും ട്രേഡ് മാർക്കും കൂടി ഉണ്ട്. ഫിക്സഡ് അസറ്റും ഉണ്ട്, അതുപോലെ പേറ്റൻറ്റും ട്രേഡ് മാർക്സും ഉണ്ട്. 10% വീതമാണ് ഡിപ്രീസിയേറ്റഡ് ആവുന്നത്. രണ്ടാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ്. മൂന്നാമത്തെ മേക്ക് പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സ് അറ്റ് ദ റേറ്റ് ഓഫ് 50%. ഇൻകം ടാക്സിൻ്റെ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് 50%. ദ പ്രിപ്പയർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഫോർ ദ ഇയർ എൻഡ് 31st March 2020 ആൻഡ് ബാലൻസ് ഷീറ്റ് ആസ് ഓൺ ഡേറ്റ് ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് ഫോം. നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസും ബാലൻസ് ഷീറ്റും തയ്യാറാക്കാൻ പറയുന്നു. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെ നമ്മൾ വർക്കൗട്ട് ചെയ്യുമെന്ന് അറിയുന്നുണ്ടെങ്കിൽ വീണ്ടും എടുത്ത് പറയുകയാണ്, നിങ്ങൾക്ക് എങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് തയ്യാറാക്കണമെന്നും എങ്ങനെയാണ് ഒരു ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നുള്ള ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അഡ്ജസ്റ്റ്മെൻറ്റുകൾ എങ്ങനെ ട്രീറ്റ് ചെയ്യുക, നമ്മൾ കഴിഞ്ഞവർ ഡിസ്കസ് ചെയ്താണ് അല്ലേ. ക്ലോസിംഗ് സ്റ്റോക്ക് എങ്ങനെ ട്രീറ്റ് ചെയ്യുക, അഡ്ജസ്റ്റ്മെൻറ്റിൽ തരുന്ന സമയത്ത് ക്ലോസിംഗ് സ്റ്റോക്ക് 2 എഫക്റ്റ് ആണല്ലോ മക്കളെ വരിക. ഒന്നാമത് എവിടെ വരിക, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ വരും. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ചേഞ്ചസ് ഇൻ ഇൻവെൻട്രീസ് ഓഫ് സ്റ്റോക്ക്, ഫിനിഷ്ഡ് ഗുഡ്സ് സ്റ്റോക്കിൻ്റെ അവിടെയും നമ്മൾ ട്രീറ്റ് ചെയ്യും. അവിടെ ചേഞ്ചസ് എടുക്കാൻ വേണ്ടി അവിടെയും ട്രീറ്റ് ചെയ്യും. അതേപോലെ തന്നെ കറണ്ട് അസറ്റ്സിൽ ഇൻവെൻട്രീസിൽ നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് എടുക്കും. ബാലൻസ് ഷീറ്റിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിലും വരും. അതേപോലെ ഡിപ്രീസിയേറ്റ് ഫിക്സഡ് അസറ്റും അതേപോലെ തന്നെ ഇൻടാഞ്ചിബിൾ അസറ്റ്സും ഇവിടെ ഡിപ്രീസിയേഷൻ അമോർട്ടൈസേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് 2 എഫക്റ്റ് വരും. അഡ്ജസ്റ്റ്മെൻറ്റ് എല്ലാത്തിനും 2 എഫക്റ്റ് വരും, അത് മറക്കരുത്. മുമ്പ് ഡിസ്കസ് ചെയ്ത കാര്യമാണ്, ഒന്നുകൂടി ഓർമ്മിച്ചു എന്നേ ഉള്ളൂ. ഡിപ്രീസിയേഷൻ ആണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ ആൻഡ് എക്സ്പെൻസിൻ്റെ ഹെഡിൽ വരും. അതേപോലെ തന്നെ ബാലൻസ് ഷീറ്റിൽ കൺസേണിങ് ആയിട്ടുള്ള അസറ്റിൽ നിന്നുകൊണ്ട് നമ്മളതിനെ ഡിഡക്റ്റും ചെയ്യണം, കുറയ്ക്കുകയും വേണം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് നമ്മൾ എവിടെ കാണിക്കുക,
നേരെ ഈ പേറ്റൻസ് ഒക്കെ എവിടെ നമ്മൾ കാണിക്കുക മക്കളെ? ഇൻടാഞ്ചിബിൾ അസറ്റ്സിൻ്റെ അണ്ടറിലാണ് കാണിക്കുക. അതേപോലെ ഫിക്സഡ് അസറ്റ് ആണെന്നുണ്ടെങ്കിലോ പ്ലാന്റ്, ദെൻ എക്യുപ്മെൻറ്റ്, പ്ലാന്റ് പ്രോപ്പർട്ടീസ് ആൻഡ് എക്യുപ്മെൻറ്റ്സിൻ്റെ ഹെഡിൽ വരും. എല്ലാം ബാലൻസ് ഷീറ്റിലാണ്, അസറ്റ് സൈഡാണ്, അത് മറക്കരുത്. ഇനി ഇൻകം ടാക്സിൻ്റെ പ്രൊവിഷൻ ഉണ്ട്. നമുക്കറിയാം ഇൻകം ടാക്സ് നമ്മൾ എന്ത് ചെയ്യണം? ആ പ്രൊവിഷൻ നമ്മൾ പ്രോഫിറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നിന്നുകൊണ്ട് നമുക്ക് വന്നിരിക്കുന്ന പ്രോഫിറ്റിൽ നിന്ന് അത് കുറയ്ക്കുകയും വേണം. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിലും വരും. അതോടൊപ്പം തന്നെ എവിടെ വരും? ബാലൻസ് ഷീറ്റിൽ നമ്മളിതിനെ റെക്കോർഡ് ചെയ്യണം. ബാലൻസ് ഷീറ്റിൽ കറണ്ട് ലയബിലിറ്റീസിൽ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ വരും. ഷോർട്ട് ടേം പ്രൊവിഷൻസിലാണ് പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ വരിക. ഓക്കെ, ഓർമ്മയുണ്ടല്ലോ? ഇത് മറന്നു പോയിട്ടില്ലല്ലോ? ഇത് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. മുമ്പ് ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അപ്പോൾ തുടങ്ങാം നമുക്ക്. അഡ്ജസ്റ്റ്മെൻറ്റ് ആദ്യം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ക്വസ്റ്റ്യൻ വീണ്ടും നമ്മുടെ ട്രയൽ ബാലൻസിൽ വരികയാണ്. ഒപ്പം ഇതും കൊണ്ട് പോകണം. കാരണം എഫക്റ്റ് അങ്ങനെയാണ്. നമ്മൾ ഇതിനെവിടെ മാറ്റി വെച്ചിട്ട് കഴിഞ്ഞ് പറഞ്ഞാൽ റെക്കോർഡിങ് കറക്റ്റ് ആവില്ല. ഓക്കെ, സോ ആദ്യം സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് നമുക്ക് വരയ്ക്കാം. മക്കളെ ഓൾറെഡി ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഫോമാറ്റ് വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം നമുക്ക് വീഡിയോൻ്റെ ലെങ്ത്ത് പോകണ്ടെന്ന് പറഞ്ഞിട്ടാണ്. സോ രാം സിമെൻറ്റ് കമ്പനി ലിമിറ്റഡ്, ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഫോർ ദ ഇയർ എൻഡിങ് 31st March 2020, സീരിയൽ നമ്പർ, പെർട്ടിക്കുലേഴ്സ്, നോട്ട് നമ്പർ, ഇയർ എൻഡിങ് 31st March 2020, ദെൻ നോട്ട്സ് ടു അക്കൗണ്ട്സും വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ കുട്ടികളും വേഗം വരച്ചേ. വീഡിയോ ഇവിടെ വെച്ച് പോസ് ചെയ്ത് നിർത്തിയിട്ട് വേഗം സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് വരയ്ക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് നിങ്ങളൊപ്പം വർക്കൗട്ട് ചെയ്യും. ഫസ്റ്റ് വൺ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ എന്താ റെക്കോർഡ് ചെയ്യുക? 1 റവന്യൂ ഫ്രം ഓപ്പറേഷൻ. റവന്യൂ ഫ്രം ഓപ്പറേഷൻസ്. മക്കളെ റവന്യൂ ഫ്രം ഓപ്പറേഷനിൽ സെയിൽസ് ആണ് വരിക. പ്രൊഡക്റ്റിൻ്റെ സെയിൽസ് നമ്മൾ കാണിക്കുന്നു. ദെൻ വേറെ എന്തെങ്കിലും സർവീസസിൻ്റെ സെയിൽസ് ആണെങ്കിൽ അത് കാണിക്കുക. ഓക്കെ, ദെൻ എക്സൈസ് ഡ്യൂട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കുക. സെയിൽസ് റിട്ടേൺ ഉണ്ടെങ്കിൽ സെയിൽസ് റിട്ടേണും കുറയ്ക്കണം. അതൊക്കെ ഉണ്ടോ ചെക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്ന പ്രകാരം സെയിൽസ് ഉണ്ടോ നോക്കുക. അവിടെ നമുക്ക് സെയിൽസ് തന്നിട്ടുണ്ട്. ക്രെഡിറ്റ് ബാലൻസാണ് വരിക, കാരണം ഇൻകം ആണ് നമ്മുടെ. അപ്പോൾ സൈഡ് നോക്കിയാൽ മതി, നേരെ ക്രെഡിറ്റ് ബാലൻസസ് നോക്കിയാൽ മതി. 35,000 നമുക്ക് തന്നിരിക്കുന്നത് സെയിൽസ് എമൗണ്ട്. പിന്നെ അതുമായി സെയിൽസുമായി റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് വേറെ ഒന്നും ഇവിടെ പറയുന്നില്ല. എക്സൈസ് ഡ്യൂട്ടിയോ അഡ്ജസ്റ്റ്മെൻറ്റിലും കൂടി പറയുന്നില്ല. എക്സൈസ് ഡ്യൂട്ടിയോ സെയിൽസ് റിട്ടേൺ ഒന്നും നമ്മുടെ കയ്യിൽ പറയുന്നില്ല. സോ സെയിൽസ് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യാം. അപ്പോൾ ബ്രാക്കറ്റിൽ സെയിൽസ് എഴുതിയാൽ മതി കേട്ടോ. സെയിൽസ് എത്രയാണ്? 3,50,000, 3,50,000. റൈറ്റ്. ദെൻ അടുത്ത ഹെഡിങ് എന്താ നമ്മൾ എഴുതുക? അതർ ഇൻകം അല്ലേ? രണ്ടാമത്തെ എന്ന് പറയുന്നത് അതർ ഇൻകം ആണ്. അതർ ഇൻകം. ഓക്കെ മക്കളെ, അതർ ഇൻകം സൈഡ് നോക്കിയേ. ഷെയർ ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് വരില്ല. അത് നമ്മളെവിടെ എടുക്കുക? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് നമ്മൾ എന്താ ചെയ്യുക മക്കളെ? സർപ്ലസ് ആണല്ലേ? നമ്മൾ നേരെ റിസർവ്സ് ആൻഡ് സർപ്ലസിൻ്റെ ഏരിയയിലാണ് ഇത് എടുക്കുക. ഷെയർ ക്യാപിറ്റൽ വരില്ല, സൺഡറി ക്രെഡിറ്റേഴ്സ് വരില്ല, റിസർവ് ഫണ്ട് വരില്ല, റിസർവ് ആണ്. ഡിസ്കൗണ്ട് റിസീവ്ഡ് അല്ലേ? എന്തൊക്കെയാണ് അതർ ഇൻകത്തിൽ വരിക? റെൻറ്റ് റിസീവ്ഡ്, ഡിസ്കൗണ്ട് റിസീവ്ഡ്, ഇനി വേറെ എന്തെങ്കിലും ഡിവിഡൻറ്റ് റിസീവ്ഡ്, അങ്ങനെയുള്ള ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ആ ഒരു ഇൻകംസ് ആണ് എടുക്കേണ്ടത്. ഓക്കെ, സോ ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്ന് പറയുന്നത് അതർ ഇൻകത്തിൽ വരുന്നതാണ്. ഡിസ്കൗണ്ട് റിസീവ്ഡ് അതർ ഇൻകം ആണ്. ഇനി വേറെ എന്തെങ്കിലും ഇൻകം പറയുന്നുണ്ടോ നമ്മുടെ ക്വസ്റ്റ്യനിൽ? ഇല്ല. ഇവിടെയൊക്കെ എക്സ്പെൻസ് ഒക്കെയാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, എക്സ്പെൻസസും അസറ്റും ആണ് നമുക്ക് ഡെബിറ്റ് സൈഡ് കാണാം. ഇൻകംസ് ലയബിലിറ്റിയാണ് നമുക്ക് ക്രെഡിറ്റ് ബാലൻസ് വരിക. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് ചെയ്താലും വേഗം നമുക്ക് റെക്കോർഡ് ചെയ്യാം. ഓക്കെ, ഡിവിഡൻറ്റ് റിസീവ്ഡ് 5,000 രൂപ. അപ്പോൾ ഇവിടെ ഒറ്റ ഇൻഡയറക്റ്റ് ഇൻകം ഉള്ള, അതായത് ഒറ്റ ഐറ്റമേ വരുന്നുള്ളൂ. അതർ ഇൻകത്തിൽ ഒരൊറ്റ ഐറ്റമേ നമുക്ക് വരുന്നുള്ളൂ, വേറെ ഒരു ഐറ്റം വരുന്നില്ല. അതുകൊണ്ട് നോട്ട്സ് ടു അക്കൗണ്ട്സ് തയ്യാറാക്കണമെന്നില്ല മക്കളെ. ഓക്കെ, വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ, വലിയ പ്രസക്തി ഇല്ല അതിന്. കാരണം ഇവിടെ നമുക്ക് കുറേ ഐറ്റം ഉണ്ടെങ്കിൽ നോട്ട്സ് ടു അക്കൗണ്ട്സിൽ വരച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ട് എഴുതാം. അപ്പോൾ അതും ഞാനിവിടെ ഡയറക്റ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ബ്രാക്കറ്റിൽ വേണമെങ്കിൽ ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്ന് എഴുതിക്കോളൂ, കുട്ടികൾക്ക് മനസ്സിലാവാൻ കേട്ടോ. 5,000 രൂപ. ഓക്കെ, അങ്ങനെ നമ്മൾ 2 ഇൻകം റെക്കോർഡ് ചെയ്തു. ഇനി നമുക്ക് എന്തെങ്കിലും റെക്കോർഡ് ചെയ്യാനുണ്ടോ? ഇനി എന്തെങ്കിലും ഉണ്ടോ നോക്കിയേ? ഇല്ല. നമുക്ക് ആ 2 എണ്ണമാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ ആദ്യത്തെ ഹെഡ് വരുന്നത് ഇൻകത്തിൻ്റെ സൈഡ്. അത് നമുക്കതിനെ ടോട്ടൽ ചെയ്യാം. സോ 3,50,000 5,000 കൂടി ചെയ്യുമ്പോൾ 3,55,000, 3,55,000. ആ 3,55,000 നമ്മൾ എന്താണ് പറയുക മക്കളെ? ടോട്ടൽ ഇൻകം ഓർ ടോട്ടൽ റവന്യൂ. ടോട്ടൽ റവന്യൂ, ദാറ്റ് ഈസ് തേർഡ് വൺ. ദാറ്റ് ഈസ് ആദ്യത്തെയും രണ്ടാമത്തെയും 1+2 ആദ്യത്തെ 2 ഹെഡും കൂടി കൂട്ടിയതാണ് 3,55,000 എന്ന് പറയുന്നത്. ഇനി അടുത്ത സെക്ഷൻ നമ്മൾ എന്താ റെക്കോർഡ് ചെയ്യുക? 4th സെക്ഷൻ, എക്സ്പെൻസസ്. റൈറ്റ്, എക്സ്പെൻസസ്. അപ്പോൾ എക്സ്പെൻസസിൽ ആദ്യം നമ്മൾ എന്താണ് ചെയ്തത് മക്കളെ? ഓർമ്മയുണ്ടോ? ഒക്കെ ഒന്ന് നോക്കിയേ, ഇതൊക്കെ മറന്നു പോയിട്ടുണ്ടാവും തോന്നുന്നു. ആദ്യം നമ്മൾ എന്താ റെക്കോർഡ് ചെയ്യുക? എക്സ്പെൻസസിൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ്, ദെൻ ചേഞ്ചസ് ഇൻ ഇൻവെൻട്രീസ് നോക്കും. അപ്പോൾ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് എന്ന് പറയുന്നത് എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യുക? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ പ്ലസ്. ഓക്കെ, ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ ആണ്, അത് ശ്രദ്ധിക്കണം.
ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ പ്ലസ് ദെൻ ആ വർഷം മെറ്റീരിയൽ പർച്ചേസ് ഉണ്ടെങ്കിൽ ആ പർച്ചേസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ ആണ്. ഓക്കെ, ആദ്യം നമ്മൾ എന്താ കാണിക്കുക? കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് കൺസ്യൂംഡ് അല്ലേ? ആദ്യം നമ്മൾ അതാ കാണിക്കുക. അവിടെ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽസിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്ക് തരണം. ദെൻ പർച്ചേസ് ഓഫ് മെറ്റീരിയൽസ്, ദെൻ അതിൽ നിന്നുകൊണ്ട് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽസ്. ഓക്കെ, ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽസ് ആണ് നമുക്ക് സാധാ രീതിയിൽ നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ അങ്ങനെ തന്നിട്ടുണ്ടോ നോക്കുക. എന്തെങ്കിലും സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ മറ്റും നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ടോ നോക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്കും അതുപോലെ ക്ലോസിംഗ് സ്റ്റോക്കും ഉണ്ട് മക്കൾ. അത് മെറ്റീരിയലിൻ്റെ അല്ല, നമ്മുടെ കയ്യിലൊന്നും സ്പെസിഫൈഡ് ആക്കിയിട്ടില്ല. കാരണം മെറ്റീരിയലിൻ്റെ ആണ് ഇത്. ഇത്രയും മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ കയ്യിൽ തന്നിട്ടില്ല. അതുകൊണ്ട് അത് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ ആയിട്ടോ അതേപോലെ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ ആയിട്ടോ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്നത് ഓൺലി പർച്ചേസ് മാത്രമാണ്. റൈറ്റ്, പർച്ചേസസ് മാത്രമാണ് 3,45,000 നമുക്ക് ട്രയൽ ബാലൻസിൽ തന്നിരിക്കുന്നത്. എക്സ്പെൻസ് ആകുമ്പോൾ മക്കൾ ഡെബിറ്റ് സൈഡ് നോക്കുക കേട്ടോ. സോ 2,45,000 പർച്ചേസ് മാത്രമേ തന്നിട്ടുള്ളൂ. സോ അതും ആ ഒരു പർച്ചേസിനെ നമ്മൾ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. മുമ്പ് പറഞ്ഞതാണ്. അപ്പോൾ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് എന്ന് പറയുന്നത് പർച്ചേസ് മാത്രമേ വരുള്ളൂ. സോ ആദ്യത്തെ എക്സ്പെൻസ് പർച്ചേസ് എത്രയാണ്? 2,45,000, 2,45,000. ഓക്കെ, അത് നമ്മൾ എഴുതി. ഇനി നമ്മൾ അടുത്ത എക്സ്പെൻസ് എന്താ മക്കൾ റെക്കോർഡ് ചെയ്യുക? ചേഞ്ചസ് ഇൻ ഇൻവെൻറ്ററീസ് ഓഫ് എന്തൊക്കെയാണ് വരിക? സ്റ്റോക്ക് അല്ലേ? ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ സ്റ്റോക്കുകൾ ഉണ്ടെങ്കിൽ, ദെൻ വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇനി അതേപോലെ റോ മെറ്റീരിയൽസിൻ്റെ പറയേണ്ടതുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരം സ്റ്റോക്ക്, ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്, ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെയാണ് തന്നിരിക്കുന്നത്. തന്നെ അർത്ഥം ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെയാണ്, സ്റ്റോക്കിൻ്റെയാണ്. സോ സ്റ്റോക്ക് 75,000 ഓപ്പണിംഗും ഉണ്ട്. അതുപോലെ തന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലോസിങ്ങിൽ ഒരു 82,000 തന്നിട്ടുണ്ട്. ക്ലോസിങ്ങിൽ 82,000, അഡ്ജസ്റ്റ്മെൻറ്റിൽ ദെൻ ട്രയൽ ബാലൻസിൽ ഡെബിറ്റ് ബാലൻസ് ആയിട്ട് 75,000 തന്നിട്ടുണ്ട്. അപ്പോൾ ചേഞ്ചസ് ഇൻ ഇൻവെൻറ്ററീസ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെയാണ് തന്നിരിക്കുന്നത്. ഫിനിഷ്ഡ് ഗുഡ്സ് എന്നാണ് കേട്ടോ, മാറിപ്പോകരുത്. റോ മെറ്റീരിയൽ ആക്കാൻ പറ്റില്ല, നമുക്ക് സ്പെസിഫൈഡ് അല്ല ഒന്നും. ഓക്കെ, 75,000 ഓപ്പണിംഗും ഉണ്ട്, ക്ലോസിങ് 82,000 ഉണ്ട്. സ്റ്റോക്കാണ്, കമ്പനീൻ്റെ സ്റ്റോക്കാണ്. ക്ലിയർ ആയോ? അതായത് രാം സിമെൻറ്റ് കമ്പനി ലിമിറ്റഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ സിമെൻറ്റിൻ്റെ പ്രൊഡക്റ്റുകളായിരിക്കും, അതിൻ്റെ ഫിനിഷ്ഡ് സ്റ്റോക്ക് ആയിരിക്കും നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ എമൗണ്ട് നമുക്ക് തന്നിരിക്കുന്നത് 75,000 ഓപ്പണിങ്ങും ക്ലോസിങ്ങും ആണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം? ചേഞ്ചസ് ഇൻ ഇൻവെൻറ്ററീസ് കമ്പ്യൂട്ട് ചെയ്തൂടെ? അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക്, ഈ റൂൾ ഓർമ്മയുണ്ടോ? ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാ? 82,000. ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിരിക്കുന്നത് 75,000 ആണ് അല്ലേ? 75,000 ആണ് ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിരിക്കുന്നത്. ഓക്കെ മക്കളെ, സോ ഇതിൽ ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യേണ്ടേ. ക്ലോസിംഗ് സ്റ്റോക്ക് കൂടുതലും ഓപ്പണിംഗ് സ്റ്റോക്ക് കുറവാണെന്നുണ്ടെങ്കിൽ ഈ കിട്ടിയിരിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് നെഗറ്റീവ് ഫിഗർ ആണ്, നെഗറ്റീവ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് വരിക. ഇവിടെ ക്ലോസിംഗ് സ്റ്റോക്കാണ് കൂടുതൽ, 82,000. 75,000 ഓപ്പണിംഗ് സ്റ്റോക്ക്. എത്രയാണ് ഇൻക്രീസ് എമൗണ്ട് എന്ന് പറയുന്നത്? 75, 80, 83, 7,000 രൂപ അല്ലേ? 7,000 റുപ്പീസാണ് ഡിഫറൻസ് വരിക. അത് നെഗറ്റീവ് എമൗണ്ട് ആണ്, കാരണം ക്ലോസിംഗ് സ്റ്റോക്കാണ് കൂടുതൽ, ഓപ്പണിംഗ് സ്റ്റോക്ക് കുറവാണ്. അതേസമയം ഓപ്പണിംഗ് സ്റ്റോക്ക് കൂടുതലും ക്ലോസിംഗ് സ്റ്റോക്ക് കുറവാണെന്നുണ്ടെങ്കിൽ ഇവിടെ പോസിറ്റീവ് ഫിഗർ ആയിരിക്കും. അപ്പോൾ നമുക്കിങ്ങനെ ബ്രാക്കറ്റ് ഇടേണ്ട കാര്യമില്ല, നെഗറ്റീവായി കാണിക്കേണ്ട കാര്യമില്ല. ക്ലിയർ ആയോ? മനസ്സിലായില്ലേ മക്കളെ? ദെൻ ഇനി നമ്മൾ അടുത്ത എക്സ്പെൻസ് എന്താണ് മക്കളെ റെക്കോർഡ് ചെയ്യുന്നത്? നമ്മുടെ അടുത്ത എക്സ്പെൻസ് നമ്മൾ എന്താ റെക്കോർഡ് ചെയ്യുക? എംപ്ലോയീസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എക്സ്പെൻസ് അല്ലേ? എംപ്ലോയിൻ്റെ ബെനിഫിറ്റ് എക്സ്പെൻസ് ഉണ്ട്, ഫിനാൻസ് കോസ്റ്റ് ഉണ്ട്, അതൊക്കെ നമുക്ക് റെക്കോർഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത ഹെഡ് റെക്കോർഡ് ചെയ്യാം. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ്, അടുത്ത എക്സ്പെൻസ് എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ്. ഓക്കെ, എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ് നേരെ നോക്കുക, അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കണം, കാരണം ഔട്ട്സ്റ്റാൻഡിങ്ങുകൾ ഉണ്ടോയെന്ന് നോക്കണം, ദെൻ പ്രീപെയ്ഡ് ഉണ്ടോയെന്ന് നോക്കണം, ആക്ച്വൽ ആയിട്ടുള്ള എക്സ്പെൻസ് എത്രയാണെന്ന് നോക്കണം. ഓക്കെ, എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ് ആദ്യത്തെ ഏതാ വരിക? നിങ്ങൾ നോക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പം വേജസ്. അപ്പോൾ നമുക്ക് നോട്ട്സ് അക്കൗണ്ട്സ് തയ്യാറാക്കണം മക്കളെ. വേജസ് കണ്ട് സാലറി ഉണ്ട്, ദെൻ അപ്പോൾ അത്രയും എക്സ്പെൻസ് ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നോട്ട്സ് അക്കൗണ്ട്സ് തയ്യാറാക്കേണ്ടതായിട്ട് വരും. സോ ആദ്യത്തെ നോട്ട് 1, എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ്.
എംപ്ലോയി മക്കൾ തന്നെ 2 കോളം വരച്ചിട്ടുണ്ട്. കാരണം ഇവിടെ കുറച്ച് കാൽക്കുലേഷൻ വരുന്നുണ്ട്. അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ വരുമ്പോൾ കുറേ 2 കോളം വരയ്ക്കുന്നുണ്ട്. നോട്ട്സ് അക്കൗണ്ട്സിനെ അങ്ങനെ കുറേ എമൗണ്ടുകൾ നമുക്ക് റെക്കോർഡ് ചെയ്യണേ. അപ്പോൾ എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസിൽ ആദ്യത്തെ എന്ന് പറയുന്നത് ഏതാണ്? വേജസ് 50,000. വേജസ് ഈ കുളത്തിൽ എഴുതാം 50,000. ദെൻ അടുത്തത് തന്നെ ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ് വരുമോ? ഇല്ല, അസറ്റാണ്. നമ്മൾ എടുത്തതൊക്കെ ടിക്ക് ചെയ്തിട്ടാ. ഇതെടുത്തു, പേജസ് എടുത്തു. ഇനി ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ് വരും, അസറ്റാണ് വരില്ല. സാലറീസ് വരില്ലേ? എംപ്ലോയീസിന് സാലറീസ് കൊടുക്കുന്നത് 7,500. സാലറീസ് 7,500. ഇനി എംപ്ലോയിൻ്റെ ബെനിഫിറ്റ് എക്സ്പെൻസ് വല്ലതുണ്ടോ? ഡിവിഡൻഡ് പെയ്ഡ് മക്കളെ വരില്ല. ഡിവിഡൻഡ് പെയ്ഡ് എന്ന് പറയുന്നത് എവിടെ വരുന്നതാണ്? ഡിവിഡൻഡ് പെയ്ഡ് നേരെ നമ്മൾ സർപ്ലസ്, റിസർവ്സ് ആൻഡ് സർപ്ലസ് കമ്പ്യൂട്ട് ചെയ്യില്ലേ? ആ റിസർവ്സ് ആൻഡ് സർപ്ലസ് കമ്പ്യൂട്ട് ചെയ്യാനോട് വരിക. കാരണം ഇത് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതാണ് ഡിവിഡൻഡ് പെയ്ഡ്. സൺഡ്രി എക്സ്പെൻസ് വരില്ല, അതർ എക്സ്പെൻസിലാണ് വരിക. ഡെപ്റ്റേഴ്സ് വരില്ല, അത് ബാലൻസ് ഷീറ്റിലാണ്. മെഷീനറി വരില്ല, അസറ്റാണ്, ബാലൻസ് ഷീറ്റിൽ വരും. ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് ഇൻ ബാങ്ക് ഒന്നും വരില്ല. പാറ്റൻസ് ഇതൊക്കെ അസറ്റാണല്ലോ മക്കളെ. അപ്പോൾ ഇതൊന്നും എവിടെ വരില്ല? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ വരില്ല. പിന്നെ നമുക്കപ്പോൾ 2 ഐറ്റം ഉള്ളൂ അല്ലേ? റെൻറ്റും വരില്ല. റെൻറ്റ് പെയ്ഡ് എന്ന് പറയുന്നത് എക്സ്പെൻസ് ആണ്, എംപ്ലോയീസിന് കൊടുക്കുന്നതല്ലോ റെൻറ്റ്. അപ്പോഴേക്ക് സാലറി വേജസ്. പിന്നെ ഇവരിൻ്റെ മക്കളെ സാലറിയും വേജസുമായിട്ട് അഡ്ജസ്റ്റ്മെൻറ്റിൽ ഔട്ട്സ്റ്റാൻഡിങ് മറ്റേ പറയുന്നുണ്ടാ? അല്ല, ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ ഒരിക്കൽ ട്രീറ്റ് ചെയ്തിട്ടുണ്ടോ? ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലോസിംഗ് സ്റ്റോക്കിന് വരുത്തിയിട്ടുള്ളൂ. പിന്നെ എന്തെങ്കിലും പറയുന്നുണ്ടോ അവിടെ? പ്രൊവിഷൻ ഫോർ ഇല്ല, ഒന്നുമില്ല. അഡ്ജസ്റ്റ്മെൻറ്റിൽ ഔട്ട്സ്റ്റാൻഡിങ് പ്രീപെയ്ഡ് ഒന്നും പറയില്ല. അപ്പോൾ 2 വരുള്ളൂ. അപ്പോൾ 50ഉം 7,500 അല്ലേ മക്കളെ? അപ്പോൾ 57,500 ടോട്ടൽ എമൗണ്ട് വരിക. നേരെ എവിടേക്ക് എടുത്ത് ചെയ്താൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് നേരെ എടുത്ത് ചെയ്താൽ കേട്ടോ. എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ് 57,500. ദെൻ നെക്സ്റ്റ് വൺ ഫിനാൻസ് കോസ്റ്റ്. അടുത്ത ഹെഡ് എന്താണ്? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിലെ ഫിനാൻസ് കോസ്റ്റ്. ഇനി ഇവിടെ നോട്ട് നമ്പർ 1 കേട്ടോ. നോട്ട് നമ്പർ ഇതിനെ നോട്ട് നമ്പർ അവിടെ 1 അല്ലേ? നോട്ട് നമ്പർ 1. ഇനി ഫിനാൻസ് കോസ്റ്റ് ആണ് വരിക മക്കളെ. ഫിനാൻസ് കോസ്റ്റ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് പേ ചെയ്യുക, റൈറ്റ്? ബോറോയിങ്സുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻട്രസ്റ്റ് പേയ്മെൻ്റ് ഒക്കെയാണ് ഇതിൽ വരുന്നത്, ഫിനാൻസ് കോസ്റ്റിൽ വരിക. അപ്പോൾ അങ്ങനെ വല്ലതും ഉണ്ടോ നോക്കുക ക്വസ്റ്റ്യനിൽ. ഇൻട്രസ്റ്റ് പെയ്ഡോ? ഡെബിറ്റ് ബാലൻസ് എന്നാൽ മക്കൾ അത് പെയ്ഡാണ്, അത് മനസ്സിലാക്കണം കേട്ടോ. നമുക്ക് ട്രയൽ ബാലൻസിൽ ഡെബിറ്റ് ബാലൻസ് ആയിട്ട് തരികയാണെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് പെയ്ഡും, അതേസമയം ക്രെഡിറ്റ് ബാലൻസ് ആണെന്നുണ്ടെങ്കിൽ അത് റിസീവ്ഡും ആണ്. ഇപ്പോൾ ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്താ തന്നിരിക്കുന്നത്? നേരെ ഇവിടെ ക്രെഡിറ്റ് ബാലൻസ് എന്നുകൊണ്ടാണ് അതർ ഇൻകത്ത് എടുത്തത്. അത് ഡെബിറ്റ് ബാലൻസ് ആണെന്നുണ്ടെങ്കിൽ അതർ എടുക്കാൻ പറ്റില്ല. അത് നമ്മൾ ഡിസ്കൗണ്ട് പേയ്മെൻറ്റ് നടത്തിയിരിക്കുകയാണ്. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ അവിടെ ഫിനാൻസ് കോസ്റ്റിൽ ഇല്ല. അപ്പോൾ നമുക്ക് നിൽന്ന് ചെയ്താൽ കേട്ടോ. അവിടെ ഇല്ല, അല്ലെങ്കിൽ ഒരു ഹൈഫൺ ഇട്ടാലും മതി. ഓർ വെദർ ഇറ്റ് ഈസ് ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി, നിൽന്നോ അല്ലെങ്കിൽ ഹൈഫൺ ഇടുക കേട്ടോ. ദെൻ അടുത്ത ഹെഡ് എന്താ മക്കളെ റെക്കോർഡ് ചെയ്യുക? ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ എക്സ്പെൻസ്. ഡിപ്രീസിയേഷൻ ഉണ്ട് ഇവിടെ, ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് അല്ലേ? നമുക്കത് അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഉണ്ട് ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ എക്സ്പെൻസ്. ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ എക്സ്പെൻസ് ആണ് മക്കളെ. അപ്പോൾ രണ്ടാമത്തെ അടുത്ത ഹെഡ് നമ്മൾ റെക്കോർഡ് ചെയ്തു. ഈ ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ എക്സ്പെൻസസിൽ ശ്രദ്ധിക്കാനുള്ള കാര്യം നോക്കിയേ. ഇവിടെ നമുക്ക് ഫിക്സഡ് അസറ്റിനും ഉണ്ട്, അതുപോലെ തന്നെ ഇൻടാഞ്ചിബിൾ അസറ്റ്സിൻ്റെയും തന്നിട്ടുണ്ട്. ഫിക്സഡ് അസറ്റുകൾ എല്ലാ ഫിക്സഡ് അസറ്റ് നോക്കിയേ. ഡിപ്രീസിയേറ്റ് ഫിക്സഡ് അസറ്റ് അറ്റ് 10% ആൻഡ് പേറ്റന്റ് ആൻഡ് ട്രേഡ് മാർക്കും 10% ആണ് പറയുന്നത്, റൈറ്റ്? ഡിപ്രീസിയേറ്റ് ഫിക്സഡ് അസറ്റും അതുപോലെ തന്നെ ഇൻടാഞ്ചിബിൾ അസറ്റ്സും 10% മക്കളെ നമ്മുടെ ഇതിൽ പറയുന്നത് അല്ലേ? അതുകൊണ്ട് തന്നെ നമുക്കിവിടെ എല്ലാ ഫിക്സഡ് അസറ്റിനും 10% എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓരോ ഫിക്സഡ് അസറ്റിനും ഇത്രയെന്ന് പറഞ്ഞിട്ടില്ല. ഡിപ്രീസിയേറ്റ് ഫിക്സഡ് അസറ്റ്സ്, അപ്പോൾ എത്ര ഫിക്സഡ് അസറ്റ്സ് ഉണ്ടോ അതൊക്കെ എടുക്കണം. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യനിൽ കുറേ ഫിക്സഡ് അസറ്റ് ഉണ്ട്. ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ് ഫിക്സഡ് അസറ്റ് ആണ് അല്ലേ? ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ് ഫിക്സഡ് അസറ്റ്. ദെൻ അടുത്ത ഫിക്സഡ് മെഷീനറി ഫിക്സഡ് അസറ്റ് ആണ്. ഡെപ്റ്റേഴ്സ് കറണ്ട് അസറ്റ് ആണ്. ക്യാഷ് ഇൻ ഹാൻഡ് ക്യാഷ് ഇൻ ബാങ്ക് ഒക്കെ കറണ്ട് അസറ്റ് ആണ്. പേറ്റൻസ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആണ്, അത് വരില്ല. അപ്പോൾ മെഷീനറിയും ഫർണിച്ചർ ആൻഡ് ഫിറ്റിങ്ങും 10% അത് രണ്ടിൻ്റെയും ഡിപ്രീസിയേഷൻ. ദെൻ ട്രേഡ് മാർക്കിൻ്റെ പേറ്റൻസ് തന്നിട്ടുണ്ട്, അതും 10% നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ മക്കളെ, അപ്പോൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന ഒരു ഐറ്റം ഇവിടെയും വരും, അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിലും വരും. അപ്പോൾ നമുക്ക് ആദ്യം ഒരു എഫക്റ്റ് കാണിക്കാം. നോട്ട്സ് അക്കൗണ്ട്സ് എടുക്കുക, ഡിപ്രീസിയേഷൻ്റെ ട്രീറ്റ്മെൻറ്റ് കാണിക്കുക. നോട്ട് നമ്പർ 2 ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ എക്സ്പെൻസ്. ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ എക്സ്പെൻസ്. ഡിപ്രീസിയേഷൻ അമോർട്ടൈസേഷൻ എക്സ്പെൻസസ്. ഓക്കെ, അപ്പോൾ ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ എക്സ്പെൻസസിൽ ആദ്യം നമുക്ക് ഫിക്സഡ് അസറ്റിൻ്റെ ഡിപ്രീസിയേഷൻ കാണിക്കാം അല്ലേ? മെഷീനറിൻ്റെ എമൗണ്ട് 29,000 നമുക്കിവിടെ തന്നിട്ടുണ്ട്. 29,000 ടോട്ടൽ കോസ്റ്റ്. അപ്പോൾ 29,000-ൻ്റെ 10% ഡിപ്രീസിയേഷൻ. അതേപോലെ ഫർണിച്ചറിൻ്റെ തന്നിട്ടുണ്ട്. ഫർണിച്ചർ ആൻഡ് ഫിറ്റിങ്സ് 17,000 ആണ്. 17,000-ൻ്റെ 10% ഡിപ്രീസിയേഷൻ. അതേപോലെ പേറ്റൻറ്റ് ആൻഡ് ട്രേഡ് മാർക്സ് ഉണ്ട്, അമോർട്ടൈസേഷനിൽ വരും. പേറ്റൻറ്റ്സ് ആൻഡ് ട്രേഡ് മാർക്സ്
എമൗണ്ട് 4830 4830-ൻ്റെ 10%. ഇനി ഓരോന്ന് നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാം അല്ലേ മക്കളെ. 4000 ഇപ്പോൾ 29-ൻ്റെ 10% 2900, ഇവിടെയാണെങ്കിൽ 1700, ഇവിടെയാണെങ്കിൽ 483. ഇതെല്ലാം കൂടി ടോട്ടൽ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ എക്സ്പെൻസ് കിട്ടും. വേഗം വേഗം റെക്കോർഡ് ചെയ്യും, സ്പീഡ് ആവട്ടെ. 2900, 1700, 483 അല്ലേ, 5083. ഓക്കെ മക്കളെ. അമോർട്ടൈസേഷൻ ആൻഡ് ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ എക്സ്പെൻസിൽ 5083 നമുക്ക് വരിക. ഇത് കാണുന്നുണ്ടല്ലോ അല്ലേ നിങ്ങൾക്ക്? ഹെഡിന് അവിടെ എഴുതിയത് മക്കളെ. വീഡിയോ അങ്ങോട്ട് കാണുന്നില്ലെങ്കിലൊന്ന് ഓക്കെ. 5083 കേട്ടോ. ദെൻ ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ എക്സ്പെൻസിൽ നോട്ട് നമ്പർ 2 5083. ദെൻ അടുത്ത നമ്മൾ എന്താ മക്കളെ റെക്കോർഡ് ചെയ്യുക? അത് കഴിഞ്ഞാൽ ഇനി ഒരു ഹെഡിലും ഇൻക്ലൂഡ് ചെയ്യാത്ത ഐറ്റംസ് ആണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക. ദാറ്റ് ഈസ് അതർ എക്സ്പെൻസ്. അതർ എക്സ്പെൻസസിൽ ഇൻഷുറൻസ് പെയ്ഡ്, വേറെ എന്തെങ്കിലും ജനറൽ എക്സ്പെൻസ് പെയ്ഡ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അത് നമുക്ക് തന്നിട്ടുണ്ട്. റെൻറ്റ് പെയ്ഡ്, സൺഡ്രി എക്സ്പെൻസസ് പെയ്ഡ്, അതൊക്കെ ഇതിൽ വരുന്നതാണ്, അതർ എക്സ്പെൻസസിൽ വരുന്നതാണ് കേട്ടോ. ഓക്കെ. റെൻറ്റ് നമുക്ക് 4950, സൺഡ്രി എക്സ്പെൻസ് നമുക്ക് 7050 നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ മക്കളെ. ഇനി വേറെ എന്തെങ്കിലും അതർ എക്സ്പെൻസ് ഉണ്ടോ? ഇല്ല, ഇതൊക്കെ നമ്മൾ എടുത്തതാണ്. സാലറീസ് എടുത്തു, ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ് ഒരുക്കി എടുത്തു. ഡിപ്രീസിയേഷൻ്റെ കാര്യത്തിന് കേട്ടോ, അത് ബാലൻസ് ഷീറ്റിലാണ് വരിക. ഡിപ്രീസിയേഷന് വേണ്ടിയിട്ട് എടുത്തുവേ ഉള്ളൂ. അത് പറഞ്ഞിട്ട് അത് മാറിപ്പോരുത് കേട്ടോ. ദെൻ ഇനി എന്തെങ്കിലും എക്സ്പെൻസ് ഉണ്ടോ? അഡ്ജസ്റ്റ്മെൻറ്റിൽ വല്ല എക്സ്പെൻസും പറയുന്നുണ്ടോ? അതർ എക്സ്പെൻസ് വല്ലതും എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല, അവിടെ കഴിഞ്ഞു നമുക്ക്. അപ്പോൾ നമുക്ക് അടുത്ത ഹെഡ് നോട്ട് തയ്യാറാക്കാം. നോട്ട് നമ്പർ 3 അതർ എക്സ്പെൻസ്. ഫസ്റ്റ് വൺ റെൻറ്റ്. റെൻറ്റിൻ്റെ എമൗണ്ട് നമുക്ക് തന്നിരിക്കുന്നത് എത്ര? റെൻറ്റ് തന്നിരിക്കുന്നത് 4950. ദെൻ സൺഡ്രി എക്സ്പെൻസസ്, ഇതൊക്കെ എവിടെ റെക്കോർഡ് ചെയ്യുന്ന അറിയണം കേട്ടോ. സൺഡ്രി എക്സ്പെൻസസ് 7050. അപ്പോൾ എത്ര കിട്ടും? 950, 1000, 50, 1000. ദെൻ 7 8, 8 2 10, 12, 12000, 12,000 റൈറ്റ്. ദെൻ അതർ എക്സ്പെൻസസിൽ നോട്ട് നമ്പർ 3 12,000. ഓക്കെ മക്കൾ. അപ്പോൾ നമ്മൾ എക്സ്പെൻസിൻ്റെ സൈഡെല്ലാം റെക്കോർഡ് ചെയ്തു അല്ലേ. നമുക്ക് ഇത്ര ഹെഡേ വരുള്ളൂ എക്സ്പെൻസ് സൈഡിൽ. അപ്പോൾ നമുക്കതിനെ ടോട്ടൽ ചെയ്യാം. അപ്പോൾ ടോട്ടൽ ചെയ്യുമ്പോൾ ടോട്ടൽ എക്സ്പെൻസസ് എടുക്കുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കണം. ഇവിടെ നെഗറ്റീവ് ഉണ്ട്, അപ്പോൾ അത് ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. ടോട്ടൽ എക്സ്പെൻസസിൽ 24, ആദ്യം പർച്ചേസ് 2,45,000 അല്ലേ, 2,45,000 തന്നിട്ടുണ്ട്. ഈ 7,000 കൂട്ടാൻ പറ്റില്ല കേട്ടോ. രണ്ടാമത് കിടക്കുന്ന 7,000 അവിടെ നിൽക്കട്ടെ. 7,000 ഇപ്പോൾ കൂട്ടണ്ട, അങ്ങനെ തന്നെ വെക്കുക. അത് നെഗറ്റീവാണ്, അത് ആഡ് ചെയ്യണ്ട. ദെൻ 57,500 പ്ലസ്, അടുത്തത് പിന്നെ 5,083 പ്ലസ്, ദെൻ 12,000 പ്ലസ്, നമുക്ക് 3,19,583 കിട്ടും. അതിന്ന് ഈ 7,000 കുറയ്ക്കുക, മൈനസ് 7,000. അപ്പോൾ നമുക്ക് 3,12,583 കിട്ടും. ഇതാണ് നമ്മുടെ ടോട്ടൽ എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഓക്കെ മക്കളെ. അപ്പോൾ ഈ കിട്ടുന്ന ടോട്ടൽ എക്സ്പെൻസിൽ നിന്നുകൊണ്ട് പ്രോഫിറ്റ് ആണ് ലോസ് ആണെന്ന് ഡിറ്റർമിൻ ചെയ്യേണ്ടത്. നമുക്കിനി അടുത്ത ടാസ്ക് അതല്ലേ, പ്രോഫിറ്റ് ആണോ ലോസ് ആണെന്നുള്ളത്. ഓക്കെ മക്കളെ. അപ്പോൾ പ്രോഫിറ്റ് ആണോ നോക്കിയാൽ ഇപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലേ. 355 3,19,000 അപ്പോൾ എന്തായാലും പ്രോഫിറ്റ് തന്നെ ആയിരിക്കും. എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വരച്ചതിൻ്റെ ഇത് ലെങ്ത്ത് കഴിഞ്ഞു, കുറച്ചും കൂടി ആഡ് ചെയ്തിട്ട് കേട്ടോ. ദെൻ അടുത്തെന്ന് പറയുന്നത് നോക്കി, ഇനി പ്രോഫിറ്റ് ആണോ ലോസ് ആണോ നോക്കുക. ഇതന്നെ ഇൻകം തന്നെയാണ് കൂടുതൽ, റവന്യൂ എക്സ്പെൻസ് കുറവാണ്. സോ പ്രോഫിറ്റ് ആണ് നമുക്ക് വരുന്നത്. ദാറ്റ് ഈസ് പ്രോഫിറ്റ് ബിഫോർ എന്ത് ടാക്സ് അല്ലേ മക്കളെ. ബിഫോർ ടാക്സ് ആണ്. ടാക്സ് അഡ്ജസ്റ്റ് ചെയ്യാൻ മുമ്പാണ്, എന്നിട്ട് നമുക്ക് ടാക്സ് അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ ഇവിടെ നമുക്ക് സാധാ അന്ന് നമ്മൾ ചെയ്ത പോലെയുള്ള എക്സെപ്ഷണൽ ഐറ്റമോ എക്സ്ട്രാ ഓർഡിനറി ഐറ്റമോ ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻ എന്നുള്ള ഒരു ഐറ്റംസ് ഒന്നും തന്നിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ കാണിക്കേണ്ട ആവശ്യകതയില്ല. ഓക്കെ. സോ നമുക്ക് പ്രോഫിറ്റ് കമ്പ്യൂട്ട് ചെയ്യാം. 355 മൈനസ് 312 583. ഓക്കെ. 42,417 42,417 പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ മക്കളെ. ഇനി നമുക്ക് ടാക്സ് അഡ്ജസ്റ്റ് ചെയ്യണം. ദാറ്റ് ഈസ് 6th വൺ ടാക്സ് എക്സ്പെൻസസ്. ടാക്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ. ടാക്സ് എക്സ്പെൻസ് ബാലൻസ് ഷീറ്റ് ട്രയൽ ബാലൻസിലല്ല, അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് മേക്ക് എ പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സ് അറ്റ് 50% എന്ന് പറയുന്നുണ്ട് അല്ലേ. ഇൻകം ടാക്സിൻ്റെ പ്രൊവിഷനാണ്. ദാറ്റ് ഈസ് ടാക്സ് എക്സ്പെൻസ് ബ്രാക്കറ്റിൽ പ്രൊവിഷൻ ഫോർ ടാക്സ് 50%. മക്കളെ നോക്കിയേ, നമുക്ക് എത്ര എമൗണ്ട് എന്ന് പറയുന്നില്ല അല്ലേ. 50% പ്രൊവിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ടാക്സ് നമ്മൾ അടയ്ക്കുന്നത് എന്തിൻ്റെ ബേസിലാണ്? പ്രോഫിറ്റിൻ്റെ ബേസിലാണ്. പ്രോഫിറ്റിൻ്റെ ബേസ് ചെയ്തിട്ട് ടാക്സ് അടയ്ക്കുക. അതാണ് കമ്പനീൻ്റെ ഇൻകം. അപ്പോൾ എത്രയാണ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് വന്നിരിക്കുന്നത്, അതിൻ്റെ 50% നമ്മൾ എടുക്കുക. ഇൻറ്റു 50%. 42,417 ഇൻറ്റു 50%. ഏതിൻ്റെ 50% കാണുന്ന വേണ്ടി കൺഫ്യൂഷൻ ആവണ്ട.
അപ്പോൾ 20,208 21,208 വരിക. അത് 0.5 കൊണ്ട് നമുക്ക് 21,209 കൺവേർട്ട് ചെയ്യുക കേട്ടോ. 21,209 നമ്മുടെ ടാക്സ് എക്സ്പെൻസ് വരിക. ടാക്സിൻ്റെ എമൗണ്ട് അത് പ്രൊവിഷൻ 50% എന്ന് പറഞ്ഞതിൻ്റെ എമൗണ്ട് തന്നിട്ടില്ല, പെർസെൻറ്റേജ് തന്നിരിക്കുന്ന 50%. ആക്ച്വൽ എമൗണ്ട് വരുന്നത് 21,209. നെക്സ്റ്റ് വൺ ആൻഡ് സെവൻത്ത് വൺ എന്താ കാണുക? പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. ഇത് കുറയ്ക്കണ്ടേ ടാക്സ് എക്സ്പെൻസ്? പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. നമുക്ക് ആക്ച്വൽ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് 42,417 അതിൽ നിന്നുകൊണ്ട് ടാക്സ് എക്സ്പെൻസ് പ്രൊവിഷൻ ആയിട്ടുള്ള 21,209 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? അതുതന്നെ ആയിരിക്കും ബാലൻസ് 21,209 കിട്ടുക. 21,209 0.5 നമ്മൾ കൺവേർട്ട് എടുത്തുകൊണ്ട് നമുക്ക് അതിനനുസരിച്ചുകൊണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തണം കേട്ടോ. 21,209 42,417 മൈനസ് 21,209 നമുക്ക് ചെയ്യുമ്പോൾ 21,208 നമുക്ക് എന്ത് വരിക? പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് വരിക. ഓക്കെ മക്കളെ, മനസ്സിലായോ? പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 21,208 നമുക്ക് വരും. ക്ലിയറായി? മനസ്സിലായി? ഇനി നമുക്ക് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്ലോസ് ചെയ്യുന്നു. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിനെ പിടിച്ച് നമ്മൾ അങ്ങോട്ട് ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ ഈ 21,208 എന്ന് പറയുന്ന എമൗണ്ടാണ് ആ വർഷത്തെ കമ്പനീൻ്റെ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എന്ന് പറയാം. ഇനി ഇതിന്ന് എന്തെങ്കിലും ഡിവിഡൻറ്റുകൾ കൊടുക്കുന്നുണ്ടോ? അല്ലേ, ഡിവിഡൻറ്റ് പെയ്ഡ് അല്ലെങ്കിൽ റിസർവുകളിലേക്ക് മാറ്റുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എഫക്റ്റ് എവിടെ വരിക? എവിടെ നമ്മൾ കാണിക്കുക? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് കഴിഞ്ഞിട്ട് ഈ എമൗണ്ട് ബാലൻസ് ഷീറ്റിൽ റിസോഴ്സ് ആൻഡ് സർപ്ലസ് ഉണ്ട്. ആ റിസോഴ്സ് ആൻഡ് സർപ്ലസിൽ ആ സർപ്ലസിൻ്റെ ഏരിയയിൽ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യണം. നെറ്റ് പ്രോഫിറ്റ് എടുത്തിട്ട് ഈ ഓപ്പണിംഗ് ഇവിടെ തന്നിട്ടുണ്ട്. ഈ ഓപ്പണിങ്ങും ഇനി വേറെ എന്തെങ്കിലുമൊക്കെ ട്രീറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ചെയ്യുന്നത് നമ്മൾ അവിടെ ആയിരിക്കും. ബാലൻസ് ഷീറ്റിലെ നോട്ട്സ് ടു അക്കൗണ്ട്സിലായിരിക്കും. റിസർവ് ആൻഡ് സർപ്ലസിൻ്റെ നോട്ട്സ് ടു അക്കൗണ്ട്സിലായിരിക്കും. അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നതേ. ഓക്കെ കുട്ടികളെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നോട്ട്സ് ടു അക്കൗണ്ട്സും കഴിഞ്ഞു, അത് നമുക്ക് അങ്ങോട്ട് ക്ലോസ് ചെയ്തിടാം. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ നോട്ട്സ് ടു അക്കൗണ്ട്സും കഴിഞ്ഞു, അത് ഞാൻ ക്ലോസ് ചെയ്തിട്ടു കേട്ടോ. ഓക്കെ, ഇനി അടുത്ത വലിയൊരു ടാസ്ക് ബാലൻസ് ഷീറ്റ്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് കഴിഞ്ഞു. നെക്സ്റ്റ് വൺ ബാലൻസ് ഷീറ്റാണ്. ബാലൻസ് ഷീറ്റ് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. വളരെ സിമ്പിളാണ് ബാലൻസ് ഷീറ്റിലും. ബാലൻസ് ഷീറ്റിൽ ഫോർമാറ്റ് അറിയണം. ഫോർമാറ്റ് അറിയാതെ ഒന്നും നടക്കില്ല. ഫോർമാറ്റ് പഠിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റിൽ ഓരോന്നിൻ്റെയും ആദ്യത്തെ എഫക്റ്റുകളെല്ലാം നമ്മൾ അവിടെ റെക്കോർഡ് ചെയ്തു. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഓരോരോ എഫക്റ്റാണ് നമ്മൾ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. പ്രൊവിഷൻ എടുത്തു, ഡിപ്രീസിയേഷൻ്റെയും വന്നു, ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെയും വന്നു. ഇനി ഇതിൻ്റെ ഓരോന്നിൻ്റെയും രണ്ടാമത്തെ എഫക്റ്റുകൾ ബാലൻസ് ഷീറ്റിലാണ് വരിക. അത് നമുക്ക് ചെയ്യണം. അതേപോലെ ട്രയൽ ബാലൻസിലും കുറേ ഐറ്റംസ് നമുക്ക് റെക്കോർഡ് ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്ക് വേഗം എഴുതിയാലോ? ഓൾറെഡി വരച്ച് വെച്ചു. രാം സിമെൻറ്റ് കമ്പനി ലിമിറ്റഡ് ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31st March 2020, പെർട്ടിക്കുലേഴ്സ്, നോട്ട് നമ്പർ, ഇയർ എൻഡിങ്, ആൻഡ് അഗെയിൻ നോട്ട്സ് ടു അക്കൗണ്ട്സ്, നോട്ട് നമ്പർ, പെർട്ടിക്കുലേഴ്സ്, എമൗണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രിപ്പയർ ആയില്ലേ മക്കളെ? ആദ്യം നമ്മൾ എന്താ കാണിക്കുക? ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ്. ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ്. അതിൽ ഫസ്റ്റ് വൺ ഇക്വിറ്റി. ഇക്വിറ്റി എന്ന് പറയുന്ന ഹെഡിൽ നമ്മൾ ആദ്യം എന്താണ് റെക്കോർഡ് ചെയ്യുക? ഷെയർ ക്യാപിറ്റൽ. ഓക്കെ, ഷെയർ ക്യാപിറ്റൽ, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലാണ്. ക്വസ്റ്റ്യൻ നോക്കുക. ക്രെഡിറ്റ് ബാലൻസ് ആണ് നമ്മൾ നോക്കേണ്ടത്. ഇക്വിറ്റി നോക്കിയതാ, ഷെയർ ക്യാപിറ്റൽ തന്നിട്ടുണ്ട്. 10,000 ഷെയർസാണ് 10 രൂപ പ്രകാരം. ദാറ്റ് ഈസ് 1 lakh, റൈറ്റ്? നമുക്ക് എന്ത് ചെയ്യാം? നോട്ട് നമുക്ക് തയ്യാറാക്കേണ്ട ആവശ്യകത ഇല്ല. എന്നാലും നമുക്ക് 10,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് 10 each എന്നൊക്കെ ഇല്ലേ, അപ്പോൾ വേണമെങ്കിൽ ഒന്ന് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ നോട്ട് നമ്പർ 1, നമ്മളിവിടെ എത്തിയിട്ട് 3 അല്ല കഴിഞ്ഞത് മക്കളവിടെ 3 കഴിഞ്ഞാൽ ഇവിടെ നോട്ട് നമ്പർ 4 ആണ് കേട്ടോ. കണ്ടിന്യൂഷനാണ് വരേണ്ടത്. നോട്ട് നമ്പർ 4 ആണ് എഴുതേണ്ടത്, 1 അല്ല. ഓക്കെ, സോ ആദ്യത്തെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ഫസ്റ്റ് വൺ ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 each. ഫുള്ളി പെയ്ഡ് അല്ല തന്നിരിക്കുന്നത്, ഫുള്ളി പെയ്ഡ്. ഇക്വിറ്റി ഷെയർസ് ഓഫ് റുപ്പീസ് എത്ര ഷെയർസാണ്? 10,000 തന്നിരിക്കുന്നത്, അതും കൂടി എഴുതണം. 10,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 each. ഫുള്ളി പെയ്ഡ് ആകുമ്പോൾ 1 lakh, 1 ലക്ഷം. ദാറ്റ് ഈസ് 1 lakh. ബാലൻസ് ഷീറ്റിലേക്ക് എടുത്ത് ചെയ്താൽ നോട്ട് നമ്പർ 4 ഷെയർ ക്യാപിറ്റൽ 1 ലക്ഷം. ഓക്കെ, മനസ്സിലായോ? ദെൻ അടുത്ത ഹെഡ് എന്താ ചെയ്താൽ? അതർ ഇക്വിറ്റി. ഇവിടെയാണ് നമുക്ക് കുറേ ട്രീറ്റ്മെൻറ്റ് വരിക കേട്ടോ. അതർ ഇക്വിറ്റി നോട്ട് നമ്പർ 5. ഓക്കെ, അതർ ഇക്വിറ്റി നമ്മൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഈ അതർ ഇക്വിറ്റിയിൽ എന്തൊക്കെയാണ് മക്കളെ വരിക? റിസോഴ്സ് ആൻഡ് സർപ്ലസ് അല്ലേ. എന്തെങ്കിലുമൊക്കെ റിസർവുകൾ ഉണ്ടെങ്കിൽ, റിസർവിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ, സർപ്ലസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ കാണിക്കണം.
അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് റിസർവ്സ് ആൻഡ് സർപ്ലസുമായി റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഉണ്ടോ നോക്കുക. ഓക്കെ, ക്രെഡിറ്റ് ബാലൻസ് നോക്കുക. ദെൻ മക്കളെ ഇതിങ്ങനെ നമുക്ക് ക്രെഡിറ്റ് ബാലൻസും ഡെബിറ്റ് ബാലൻസ് തന്നതുകൊണ്ട് കുഴപ്പമില്ല, ഇങ്ങനെ സെപ്പറേറ്റ് 2 സൈഡായിട്ടേ. അപ്പോൾ ഒറ്റ തന്നെ തരുന്ന സമയത്ത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എമൗണ്ടുകളൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ മാറിപ്പോകും. ഇതിപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ തരുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കിയതാ റിസർവ് ഫണ്ട് അല്ലേ. റിസർവ് ഫണ്ട് എന്ന് പറയുന്നത് എവിടെ വരിക? ഇവിടെയാണ് വരിക. അതർ റിസർവ്സ് ആൻഡ് സർപ്ലസിലാണ്, റിസർവ് ആണത്. ഓക്കെ, സോ റിസർവ് ആൻഡ് സർപ്ലസ്, അതർ ഇക്വിറ്റിയിൽ റിസർവ്സ് ആൻഡ് സർപ്ലസ് കേട്ടോ. റിസർവ്സ് ആൻഡ് സർപ്ലസ് ഫസ്റ്റ് വൺ റിസർവ് ഫണ്ട്. റിസർവ് ഫണ്ടിൻ്റെ എമൗണ്ട് 15,500. 15,500. ഇനി അടുത്തത് ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റിൽ ഓപ്പണിംഗ് ഒരു 15,030 ഉണ്ട് മക്കളെ. അപ്പോൾ അത് സർപ്ലസ് ആണ്, കഴിഞ്ഞ വർഷത്തെ സർപ്ലസ് ആണ്, അത് നമുക്ക് എടുക്കണം. പിന്നെ വേറെ റിസർവ് ഒന്നും കാണാനില്ല, സെക്യൂരിറ്റി പ്രീമിയം റിസർവോ ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യലോ അങ്ങനെയൊന്നും നമ്മുടെ കയ്യിൽ പറയുന്നില്ല. അപ്പോൾ നമുക്ക് ആ ഒരു ഒറ്റ ഐറ്റം എടുത്തു റിസർവ് ഫണ്ട്. ഇനി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എടുക്കണം. ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇതെന്ന് പറയുന്നത് സർപ്ലസ് ആണ്. അപ്പോൾ ഇനി നമുക്ക് ഈ വർഷം സർപ്ലസ് ഉണ്ടോ അത് ഡെഫിസിറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് കമ്പ്യൂട്ട് ചെയ്യണം. ഇനിയാണ് നമ്മൾ ആ മുമ്പ് ചെയ്ത പോലെയൊക്കെ ചെയ്യാൻ പോകുന്നത്. വളരെയധികം ശ്രദ്ധിക്കുക. സോ ദാറ്റ് ഈസ് സർപ്ലസ് അക്കൗണ്ട്. രണ്ടാമത് സർപ്ലസ് അക്കൗണ്ട്. ഓക്കെ, സർപ്ലസ് അക്കൗണ്ടിൽ പ്രോഫിറ്റ് ഓപ്പണിംഗ് ഇല്ലേ, പ്രോഫിറ്റ് ആസ് ഓൺ 1/4/2019 ദാറ്റ് ഈസ് ഓപ്പണിംഗ് പ്രോഫിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് പ്രോഫിറ്റ് തന്നിരിക്കുന്നത് 15,030 ആണ്. അതിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആഡ് പ്രോഫിറ്റ് ഫോർ ദി ഇയർ, നെറ്റ് പ്രോഫിറ്റ് ഫോർ ദി ഇയർ. നമ്മൾ ടാക്സ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ മക്കളെ. ടാക്സ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്താൽ 21,208 നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ 21,208 ഈ വർഷത്തെ പ്രോഫിറ്റ് രണ്ടും കൂടി ആഡ് ചെയ്യുക. 21,208 പ്ലസ് 15,030 കൂടി ആഡ് ചെയ്യുമ്പോൾ 36,238 കിട്ടും. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ഓർമ്മയുണ്ട, ലെസ് അപ്രോപ്രിയേഷൻസ്. പ്രോഫിറ്റ് എന്ന് പോകുന്ന അപ്രോപ്രിയേഷൻസ് ആണ്. എന്തൊക്കെ അപ്രോപ്രിയേഷൻസിൽ വരിക? ജനറൽ റിസർവുകളിലേക്ക് മറ്റേ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഇനി ഡിവിഡൻ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊക്കെയാണ് നമുക്ക് വരിക. അപ്പോൾ നമുക്ക് നേരെ എന്ത് നോക്കാം മക്കളെ? നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റിൽ എന്തെങ്കിലുമൊക്കെ തന്നിട്ടുണ്ടോ നോക്കാം. ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും എക്സ്പെൻസുകൾ, ഇതൊന്ന് എക്സ്പെൻസ് ആണല്ലോ ഡിവിഡൻറ്റ് പേ ചെയ്യാന്നൊക്കെ പറയുമ്പോൾ. ഓക്കെ, അപ്രോപ്രിയേറ്റ് നമുക്ക് റിസർവുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ ഡിവിഡൻറ്റ് പെയ്ഡ് ഒരു 9,000 തരുന്നുണ്ട് അല്ലേ. സോ ഡിവിഡൻറ്റ് പെയ്ഡ് എന്ന് പറഞ്ഞിട്ടൊരു 9,000 റുപ്പീസ് ഉണ്ട്. അപ്പോൾ ഡിവിഡൻറ്റ് പെയ്ഡ് 9,000 റുപ്പീസ് എന്ത് ചെയ്യുക? നമ്മൾ നേരെ ഇവിടെ അപ്രോപ്രിയേഷനിൽ കാണിക്കാം. ഓക്കെ, ദാറ്റ് ഈസ് ഡിവിഡൻറ്റ് പെയ്ഡ്. അപ്പോൾ ആ ഐറ്റം എടുത്തില്ലേ, ഡിവിഡൻറ്റ് പെയ്ഡ് എത്രയാണ്? 9,000. ഇനി വേറെ എന്തെങ്കിലും ഇതിപ്പോൾ ഇക്വിറ്റിക്കാരൻ്റെ ഡിവിഡൻ്റ് ആണ്, പ്രിഫറൻസിൻ്റെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇക്വിറ്റി ഡിവിഡൻറ്റ് 9,000. ഇനി വേറെ പ്രിഫറൻസിൻ്റെയോ ഏതെങ്കിലും ഡിവിഡൻറ്റോ അല്ലെങ്കിൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പോലെയുള്ള ഒരു കാര്യങ്ങളും നമ്മുടെ കയ്യിൽ പറഞ്ഞിട്ടില്ല. ഇൻക്ലൂഡിങ് അഡ്ജസ്റ്റ്മെൻറ്റിലും കൂടി നമ്മുടെ കയ്യിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. 3 അഡ്ജസ്റ്റ്മെൻറ്റ് തന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഒരൊറ്റ അപ്രോപ്രിയേഷൻ മാത്രമേ വരുള്ളൂ. 36,238 9,000 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 27,238. സോ 27,238 നമുക്ക് വരുന്ന സർപ്ലസ് എമൗണ്ട് എന്ന് പറയുന്നത്. ആ വർഷത്തെ 27,238. ഓക്കെ, അത് ഇനി നമ്മൾ വേറെ എന്തെങ്കിലും ജനറൽ റിസർവോ അങ്ങനെ വല്ല ഐറ്റങ്ങളുണ്ടോ നോക്കുക. അതൊന്നും തന്നിട്ടില്ല. അപ്പോൾ ഈ 2 ഐറ്റം മാത്രമേ നമ്മുടെ കയ്യിൽ വരുള്ളൂ. സോ 15,500 27,238 കൂടി ആഡ് ചെയ്തേ പ്ലസ് 15,500 റിസർവ് ഫണ്ട് കേട്ടോ. 42,738. 42,738 റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്ന് പറയുന്ന ആ ഒരു ഹെഡിൽ വരുന്നത്. 42,738. അപ്പോൾ അതർ ഇക്വിറ്റിയിൽ നോട്ട് നമ്പർ 5 റിസർവ് ആൻഡ് സർപ്ലസ് ആണ്. ഇറ്റ് ഈസ് 42,738. ഓക്കെ മക്കളെ, 42,738 നമ്മൾ എഴുതി. മനസ്സിലായോ? ക്ലിയർ ആയോ മക്കളെ? ഓക്കെ, ദെൻ ഇനി നമ്മൾ എന്താ കാണിക്കേണ്ടത്? അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇക്വിറ്റി കഴിഞ്ഞു. ഇനി നമ്മൾ ലയബിലിറ്റീസാണ് കാണിക്കുക. ലയബിലിറ്റീസിൽ തന്നെ മക്കളെ ഇപ്പോൾ നമുക്ക് എല്ലാ ഐറ്റംസും ഉണ്ടാവണമെന്നില്ല കേട്ടോ. കുറേ ഐറ്റംസ് ഒന്നും സാധാരണ രീതിയിൽ നമുക്ക് അങ്ങനെ എല്ലാം വരാറൊന്നുമില്ല. അപ്പോൾ വരുന്നത് മാത്രം റെക്കോർഡ് ചെയ്താൽ മതി. അത് ഇല്ലാണ്ട് എന്താ എങ്ങനെയെന്ന് വിചാരിക്കേണ്ട. അപ്പോൾ നോൺ കറണ്ട് ലയബിലിറ്റീസും കറണ്ട് ലയബിലിറ്റി ആയിട്ട് നമുക്ക് പിന്നെയും കാറ്റഗറൈസ് ചെയ്യണം അവിടെ. ഓക്കെ, അപ്പോൾ ഇക്വിറ്റി എഴുതി. രണ്ടാമത്തെ ലയബിലിറ്റീസ് ആണ്. അതിൽ തന്നെ നോൺ കറണ്ട് ലയബിലിറ്റീസ് മക്കളെ. നോൺ കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യനിലുണ്ടോ നോക്കി, നമ്മൾ എവിടെയെങ്കിലും ഏതെങ്കിലും ഡിബഞ്ചറുകളിൽ പോയിട്ട് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക അല്ലേ, അങ്ങനെ വല്ലതുണ്ടോ? നോൺ കറണ്ട് ലയബിലിറ്റീസിൽ ഫിനാൻഷ്യൽ ലയബിലിറ്റീസ് ആയിട്ട് പറയുന്നുണ്ടോ? അല്ലെങ്കിൽ ലോങ് ടേം ആയിട്ടുള്ള എന്തെങ്കിലും പ്രൊവിഷൻസ് എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടോ?
ഒന്നും നമ്മുടെ പറയുന്നില്ല അല്ലേ. നമ്മൾ അന്ന് ബാലൻസ് ഷീറ്റ് വരയ്ക്കുന്ന സമയത്ത് നോൺ കറണ്ട് ലാബിലിറ്റീസ് ആയിട്ട് എന്തൊക്കെ ഐറ്റംസ് ആണോ വരുന്നത് അതിൻ്റെ അണ്ടറിലുള്ള ഐറ്റംസ് ഒന്നും നമുക്ക് എന്ത് തന്നിട്ടില്ല, ഇപ്പോൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ നമ്മുടെ അവരെടുത്ത് പറഞ്ഞിട്ടേ ഇല്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ട, അത്രയും ഐറ്റംസ് ഒന്നും നമുക്കവിടെ റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യകത നമുക്ക് വരില്ല. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ഹെഡായിട്ടുള്ള ലാബിലിറ്റീസിൽ നോൺ കറണ്ട് ലാബിലിറ്റീസിൽ ഫിനാൻഷ്യൽ ലാബിലിറ്റീസോ അത് ഫിനാൻഷ്യൽ ലാബിലിറ്റീസ് തന്നെ ബോറോയിങ്സോ ട്രേഡ് പേബിൾസോ ഒന്നും പറയുന്നില്ല, പ്രൊവിഷൻസും പറയുന്നില്ല. ഡിഫേർഡ് ടാക്സ് ലാബിലിറ്റീസ് അത് ഉണ്ടായിട്ടുണ്ടോ, ഇല്ല, അതൊന്നും പറയുന്നില്ല. അപ്പം നോൺ കറണ്ട് ലാബിലിറ്റീസ് എന്ന് പറയുന്നത് നില്ലാണ്, ആ ഐറ്റം നമുക്ക് ഇല്ല. ഓക്കെ, അടുത്ത എന്താ വരിക, കറണ്ട് ലാബിലിറ്റീസ്. കറണ്ട് ലാബിലിറ്റീസിൽ ഐറ്റംസ് ഉണ്ടോ നോക്കണം കേട്ടോ. കറണ്ട് ലാബിലിറ്റീസ് ആണെങ്കിൽ എന്തൊക്കെയാണ് മക്കളെ നമ്മൾ റെക്കോർഡ് ചെയ്യുക, കറണ്ട് ലാബിലിറ്റീസിന് ആദ്യം ഫിനാൻഷ്യൽ ലാബിലിറ്റീസ് ആണ്. ഫിനാൻഷ്യൽ ലാബിലിറ്റീസിൽ ഷോർട്ട് ടേം ബോറോയിങ് ഉണ്ടോ നോക്കുക, അതേപോലെ തന്നെ ട്രേഡ് പേബിൾസ് ഒക്കെ ഉണ്ടോ നോക്കണം കേട്ടോ. ദെൻ അതർ ഫിനാൻഷ്യൽ ലാബിലിറ്റീസ് ഉണ്ടോ നോക്കുക, പ്രൊവിഷൻസ് ഒക്കെ ഉണ്ടോ നോക്കണം കറണ്ട് ലാബിലിറ്റീസിൽ. ഓക്കെ, ഇനി എന്തെങ്കിലും ഉണ്ട്, സൺഡ്രി ക്രെഡിറ്റേഴ്സ് ഉണ്ടല്ലോ മക്കളെ. സൺഡ്രി ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫിനാൻഷ്യൽ ലാബിലിറ്റീസിൽ വരുന്നതല്ലേ. ഫിനാൻഷ്യൽ ലാബിലിറ്റീസിൽ ഏതിൽ വരും, ട്രേഡ് പേബിൾസിലാണ് വരിക. റൈറ്റ്, ട്രേഡ് പേബിൾസിലാണ് ഏത് വരുന്നത്, ഈ ക്രെഡിറ്റേഴ്സ് വരിക. നമ്മൾ അന്ന് ചെയ്തതാണ്. അപ്പോൾ കറണ്ട് ലാബിലിറ്റീസിൽ ഫിനാൻഷ്യൽ ലാബിലിറ്റീസ് ആദ്യത്തെ, ഇതൊക്കെ ഓർമ്മയുണ്ടോ ആവോ, ഫിനാൻഷ്യൽ ലാബിലിറ്റീസിലെ ആദ്യത്തെ നമുക്ക് ഫിനാൻഷ്യൽ ലാബിലിറ്റീസ് തന്നെ മക്കൾ ആദ്യത്തെ ബോറോയിങ്സ് ആണ്. ഷോർട്ട് ടേം ബോറോയിങ്സും ഷോർട്ട് ടേം ലോൺസും ഒന്നും ഇവിടെ പറയുന്നില്ല. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് രണ്ടാമത്തെ എഴുതാം, ദാറ്റ് ഈസ് ട്രേഡ് പേബിൾസ്, ദാറ്റ് ഈസ് ക്രെഡിറ്റേഴ്സും അങ്ങനെ എടുത്തു. 17,500 കേട്ടോ, 17,500 നമ്മൾ ക്രെഡിറ്റേഴ്സും എടുത്തു. ഓക്കെ, അതും എഴുതി. ഇനി അടുത്തത് വേറെ എന്തെങ്കിലും പറയുന്നുണ്ടോ അവിടെ, ഇല്ല, ഫിനാൻഷ്യൽ ലാബിലിറ്റീസ് കേട്ടോ. ദെൻ അപ്പോൾ അതിൽ ഫിനാൻഷ്യൽ ലാബിലിറ്റീസിൽ കഴിഞ്ഞു. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ബി എന്ന് പറയുന്നത് കറണ്ട് ലാബിലിറ്റീസിൽ പ്രൊവിഷനാണ്. കറണ്ട് പ്രൊവിഷനാണ് മക്കളെ. പ്രൊവിഷൻസ് നമുക്ക് എഴുതണം, പ്രൊവിഷൻസ് ഷോർട്ട് ടേം. ഓക്കെ, പ്രൊവിഷൻസ് വല്ലതും തന്നിട്ടുണ്ടോ ക്വസ്റ്റ്യനിൽ, അഡ്ജസ്റ്റ്മെൻറ്റിലോ ഒരു ഇൻകം ടാക്സിൻ്റെ പ്രൊവിഷൻ തന്നിട്ടില്ലേ 50%. ഒരു എഫക്റ്റ് നമ്മൾ അവിടെ എടുത്തു അല്ലേ, അവിടെ നമ്മൾ എവിടെ എടുത്തിട്ടുണ്ടായിരുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ. അടുത്ത നമുക്ക് പ്രൊവിഷൻ നമുക്ക് തന്നിട്ടുണ്ട് മക്കളെ. ഈ പ്രൊവിഷൻ തന്നിരിക്കുന്നത് ഏതാണ്, ഇൻകം ടാക്സിൻ്റെ പ്രൊവിഷനാണ്. ഇൻകം ടാക്സിൻ്റെ പ്രൊവിഷൻ എന്ന് പറയുമ്പോൾ അത് ഷോർട്ട് ടേം പ്രൊവിഷനാണ്. നമ്മൾ വിത്തിൻ 1 ഇയറിനുള്ളിൽ നമ്മൾ പേയ്മെൻറ്റ് നടത്തണം. ഇൻകം ടാക്സ് നമ്മുടെ ലയബിലിറ്റിയാണ്, അതുകൊണ്ട് തന്നെ അത് നമ്മൾ ഷോർട്ട് ടേം പ്രൊവിഷൻസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതെവിടെ വരും, ഇവിടെ പ്രൊവിഷൻസിൽ വരും. ഷോർട്ട് ടേമിൽ കറണ്ട് ലയബിലിറ്റി ആയിട്ടാണ് ട്രീറ്റ് ചെയ്യണം, അവിടെ പ്രൊവിഷൻസിലാണ് വരിക. അഡ്ജസ്റ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്രയാണ് നമുക്ക് വരുന്നത് മക്കളെ, നോട്ട് തയ്യാറാക്കൽ, 6ാമത്തെ നോട്ട്, പ്രൊവിഷൻസ് ഷോർട്ട് ടേം. എത്രയാണ് നമ്മൾ എമൗണ്ട് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്, മുമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ 21,209 സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ 42,417ൻ്റെ 50% നമ്മൾ കമ്പ്യൂട്ട് ചെയ്തത് പ്രോഫിറ്റിൻ്റെ. 21,209 പ്രൊവിഷൻ എമൗണ്ട് വരിക, 21,209. ഓക്കെ, 21,209. അപ്പോൾ പ്രൊവിഷനായിട്ട് 21,209 എഴുതാം. നോക്കി എത്ര സിമ്പിളായി നടക്കുന്നു അല്ലേ. ഫോർമാറ്റ് ആയിട്ട് പഠിച്ചാൽ വളരെ ഈസി അല്ലേ മക്കളെ. ഓക്കെ, ഇനി നമുക്ക് എന്തെങ്കിലും ഉണ്ടോ നോക്കണം. പ്രൊവിഷൻസ് കഴിഞ്ഞ് ഇനി കറണ്ട് ടാക്സ് ലയബിലിറ്റി മറ്റേ പറയുന്നുണ്ടോ, കറണ്ട് ടാക്സ് ലയബിലിറ്റി ആയിട്ട് മക്കളെ വല്ലതും പറയുന്നുണ്ടോ നമ്മുടെ കയ്യിൽ, ഇല്ല അല്ലേ. കറണ്ട് ടാക്സ് ലയബിലിറ്റി ആയിട്ടോ അങ്ങനെയൊന്നും നമ്മുടെ കയ്യിൽ പറയുന്നില്ല. നമ്മൾ ഓൾറെഡി ടാക്സ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ നമുക്ക് വേറെ എക്സ്ട്രാ ആയിട്ടൊന്നും അഡ്ജസ്റ്റ്മെൻറ്റിലൊന്നും അല്ല നമുക്ക് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, അവിടെ നിന്ന് അടുത്ത ഒരു ട്രീറ്റ്മെൻറ്റ് നടത്തേണ്ട ആവശ്യകത ഇല്ല. അപ്പോൾ ലയബിലിറ്റീസും ഇക്വിറ്റിയും കഴിഞ്ഞു, അത്രയായിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാനുള്ളൂ. സോ ടോട്ടൽ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ്, ടോട്ടൽ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് ടോട്ടൽ ചെയ്തേ എത്ര കിട്ടും നോക്കിയേ, വേഗം ചെയ്തേ. 21,209 പ്ലസ് 17,500 പ്ലസ് 42,738 പ്ലസ് 1 lakh, 1,81,447 കേട്ടോ. 1,81,447 നമ്മുടെ ടോട്ടൽ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് വരുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, അസറ്റ്സ് ആയിട്ട് റെക്കോർഡ് ചെയ്യാം അല്ലേ മക്കളെ. അസറ്റ്സ് റെക്കോർഡ് ചെയ്യാം. സോ ഫസ്റ്റ് വൺ എ കഴിഞ്ഞ് ബി, അസറ്റ്സ്. അസറ്റ്സിൽ ആദ്യം നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് നോൺ കറണ്ട് അസറ്റ്സ് ആണ്. നോൺ കറണ്ട് അസറ്റ്സ്. ഓക്കെ, ക്വസ്റ്റ്യൻ എടുക്കുക. നോൺ കറണ്ട് അസറ്റ്സ് ഏതൊക്കെയാണ് നോക്കുക മക്കൾ. അതോടൊപ്പം തന്നെ ഇവിടെ നോക്കിയാൽ അഡ്ജസ്റ്റ്മെൻറ്റിൽ നമ്മൾ പ്രൊവിഷൻ ഫോർ ടാക്സേഷനിൽ 2 അഡ്ജസ്റ്റ്മെൻറ്റ് കഴിഞ്ഞു കേട്ടോ. ഒന്ന് നമ്മൾ ഇവിടെയും കാണിച്ചു, ഒന്ന് സ്റ്റേറ്റ്മെൻറ്റിലും കാണിച്ചു. അപ്പോൾ ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് കഴിഞ്ഞു. ഇത് നമുക്ക് ബാക്കിയുള്ളതിൻ്റെയൊക്കെ കാണിക്കണം. നോക്കിയേ എങ്ങനെ വരുന്ന ക്വസ്റ്റ്യനിൽ നോക്കിയേ. നോൺ കറണ്ട് അസറ്റ്സിൽ ആദ്യം എന്താ മക്കളെ നമ്മൾ ചെയ്താൽ പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് അല്ലേ.
പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്സ്. പ്രോപ്പർട്ടിയും പ്ലാന്റും എക്യുപ്മെൻറ്റ്സ് ആണ് ഇത്. നോട്ട് നമുക്ക് തയ്യാറാക്കണം. 7 പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് അല്ലേ മക്കളെ? എന്തൊക്കെയാണ് വരിക? ഏതൊക്കെയാണ് വരിക പ്ലാന്റ് ആൻഡ് പ്രോപ്പർട്ടി എക്യുപ്മെൻറ്റ്സിൽ? ഫിക്സഡ് അസറ്റുകൾ ഏതൊക്കെ വരിക? ഇതാ ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ് 17,000. ഫർണിച്ചർ ആൻഡ് ഫിറ്റിങ്സ് ഓക്കെ മക്കളെ 17,000 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നതിൻ്റെ പ്രത്യേകത എന്ന് പറയും നോക്കിയേ, 17,000 നമുക്ക് ടോട്ടൽ എമൗണ്ട് നമുക്ക് തന്നിട്ടുണ്ട്. അവിടെ ആ ഫർണിച്ചർ ആൻഡ് ഫിറ്റിങ്ങിനെ 10% ഡിപ്രീസിയേഷൻ ഉണ്ട്. ഡിപ്രീസിയേഷൻ്റെ അടുത്ത എഫക്റ്റ് ഇവിടെയാണ് വരിക. അപ്പോൾ ലെസ് ഡിപ്രീസിയേഷൻ, അതിൻ്റെ കോസ്റ്റിന് ഡിപ്രീസിയേഷൻ കുറയ്ക്കുക. എത്ര നമ്മൾ ഡിപ്രീസിയേഷൻ 10% കാണുക? 17,000ൻ്റെ 10% എന്ന് പറയുന്നത് 1,700. അപ്പോൾ 17,000 മൈനസ് 1,700 ചെയ്താൽ അത് കിട്ടും. 17,000 മൈനസ് 1,700 ചെയ്യുമ്പോൾ 15,300. റൈറ്റ്, 15,300 കോസ്റ്റ് വരിക. ഫർണിച്ചർ ആൻഡ് ഫിറ്റിങ്ങിൻ്റെ 15,300. ഓക്കെ. ദെൻ അടുത്ത ഫിക്സഡ് അസറ്റ് ഏതാണ്? മെഷീനറി അല്ലേ, നമുക്ക് തന്നിട്ടുണ്ട് 29,000. മെഷീനറി 29,000. ഡിപ്രീസിയേഷൻ ഇല്ലേ? ഡിപ്രീസിയേഷൻ കുറയ്ക്കുക. ലെസ് ഡിപ്രീസിയേഷൻ എത്ര വരും? 2,900 അല്ലേ? 10% എന്ന് പറയുമ്പോൾ 10% ഇല്ല കോസ്റ്റിൽ തന്നിരിക്കുന്നത് 2,900. 2,900 മൈനസ് ചെയ്യുമ്പോൾ 26,100 വരും. ഓക്കെ, ക്ലിയർ ആയി മക്കളെ? അപ്പോൾ 2 നമുക്ക് കിട്ടിയില്ലേ? ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കിയേ. വേറെ മെഷീനറി ഫർണിച്ചറിന് വേറെ എന്തെങ്കിലും ലാൻഡോ അങ്ങനെ വല്ല ബിൽഡിങ്ങോ വല്ലതൊക്കെ പറയുന്നുണ്ടോ? ഇല്ല. നമുക്ക് 2 ഫിക്സഡ് അസറ്റ് ഉള്ളൂ. അപ്പോൾ 2 കൂടി നമുക്ക് ആഡ് ചെയ്യാം. അത് പ്രോപ്പർട്ടി ആൻഡ് പ്ലാന്റ് എക്യുപ്മെൻറ്റിൽ വരും. 5,300 പ്ലസ് 26,100 41,400 41,400 കേട്ടോ. അപ്പോൾ പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് നോട്ട് നമ്പർ 7 41,400. ഓക്കെ. ഇനി അടുത്തത് എന്താണ് മക്കളെ നമ്മൾ എഴുതുക? അടുത്തത് ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പ്രോപ്പർട്ടി, നോൺ കറണ്ട് അസറ്റിൽ, ഗുഡ് വില്ല്, അതർ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ഒക്കെയാണ് നമ്മളിനി അടുത്തത് റെക്കോർഡ് ചെയ്യേണ്ടത്. റൈറ്റ്. അപ്പോൾ നിങ്ങൾ ഫോർമാറ്റ് ഒപ്പം നോക്കണം കേട്ടോ, അല്ലെങ്കിൽ കൂടി കൺഫ്യൂഷൻ ആവുക. അപ്പോൾ പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് എഴുതി. ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസ് ഹെഡില്ല നമുക്ക്. ഇനി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതായിട്ട് നമ്മുടെ പറയുന്നില്ല. ഗുഡ് വില്ല് തന്നിട്ടില്ല. അതർ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് തന്നിട്ടുണ്ടോ നോക്കണം. അതർ ഇൻടാഞ്ചിബിൾ അസറ്റ്സിലാണ് ഏത് വരിക? പാറ്റന്റ് ആൻഡ് ട്രേഡ് മാർക്ക് വരിക അല്ലേ? അപ്പോൾ അതർ ഇൻടാഞ്ചിബിൾ അസറ്റ്സിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഹെഡ് അതാണ്, അതർ ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. അപ്പോൾ അതർ ഇൻടാഞ്ചിബിൾ അസറ്റ്സിൽ മക്കളെ ഡിപ്രീസിയേഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നോട്ട്സ് തയ്യാറാക്കണം. ഓക്കെ. അപ്പോൾ നോട്ട് നമ്പർ 8 അതർ ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. അതർ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ദാറ്റ് ഈസ് പേറ്റന്റ് ആൻഡ് ട്രേഡ് മാർക്ക്. പേറ്റന്റ് ആൻഡ് ട്രേഡ് മാർക്സ് എത്ര നമുക്ക് പേറ്റന്റ് ട്രേഡ് മാർക്സ് തന്നിരിക്കുന്നത്? 4,830 കേട്ടോ. 4,830. 10% ഡിപ്രീസിയേഷൻ. സോ ലെസ് ഡിപ്രീസിയേഷൻ അല്ല, അമോർട്ടൈസേഷൻ കേട്ടോ. സോറി മക്കളെ, ലെസ് അമോർട്ടൈസേഷൻ. അവർക്ക് അതിന് പറ്റുന്ന എന്താ നമ്മൾ പറയുക? അമോർട്ടൈസേഷൻ. അപ്പം 483 കുറയ്ക്കുമ്പോൾ 4,830 483 കുറയ്ക്കുന്ന സമയത്ത് 43,47 4,347. അപ്പോൾ നോട്ട് നമ്പർ 8 4,347 നമുക്ക് കിട്ടും. ഓക്കെ. ഇനി അടുത്ത ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടോ നോക്കണം. ബയോളജിക്കൽ അസറ്റ്സ് അങ്ങനെ വല്ലതും ഉണ്ടോ നോക്കുക. ഫിനാൻഷ്യൽ അസറ്റുകൾ വല്ലതും ഉണ്ടോ നോക്കുക. അതിൽ ഇൻവെസ്റ്റ്മെൻറ്റോ ട്രേഡ് റിസീവബിൾസോ ലോങ് ടേം ലോണൊക്കെ കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കുക. അതൊന്നും നമ്മുടെ കയ്യിൽ തരുന്നില്ല. ഡിഫേർഡ് ടാക്സ് അസറ്റ് ഉണ്ടോ നോക്കുക. അതൊക്കെയാണ് നോൺ കറണ്ട് അസറ്റ്സ് വരിക. അതൊന്നും നമ്മുടെ കയ്യിൽ തന്നിട്ടില്ല ക്വസ്റ്റ്യനിൽ. അപ്പോൾ നമുക്ക് അത്രേ വരുള്ളൂ. ഓക്കെ. അങ്ങനത്തെ ഐറ്റംസ് ഒന്നും നമ്മുടെ കയ്യിൽ പറഞ്ഞിട്ടില്ല, ഇതിലില്ല, നമുക്ക് കാണാനില്ല. പിന്നെ അങ്ങനെ നമ്മൾ റെക്കോർഡ് ചെയ്യുക. ഓക്കെ. ദെൻ അടുത്തത് സെക്കൻഡ് സെക്ഷൻ കറണ്ട് അസറ്റ്സ്. കറണ്ട് അസറ്റ്സിൽ ഏതൊക്കെ വരും മക്കളെ? ഓർമ്മയുണ്ടോ? കറണ്ട് അസറ്റ്സിൽ ഇൻവെൻട്രീസ്. ഓക്കെ, ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. കറണ്ട് അസറ്റ്സിൽ ഇൻവെൻട്രീസ് ഉണ്ടെങ്കിൽ വരും. അപ്പോൾ ഇൻവെൻറ്ററീസ് എന്ന് പറയുന്നത് നോക്കിയേ, ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ക്ലോസിംഗ് സ്റ്റോക്ക്. നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് എടുത്തിട്ടുള്ളൂ. ഡിപ്രീസിയേഷൻ 2 അഡ്ജസ്റ്റ്മെൻറ്റും കഴിഞ്ഞു. 2 അവിടെ ബാലൻസ് ഷീറ്റിലും വന്നു, സ്റ്റേറ്റ്മെൻറ്റിലും വന്നു. ഇനി ഇവിടെ ക്ലോസിംഗ് സ്റ്റോക്ക് 82,000 ഇൻവെൻട്രീസിലാണ് കാണിക്കേണ്ടത്. കറണ്ട് അസറ്റ്സിൽ ഇൻവെൻട്രീസിലാണ് കാണിക്കേണ്ടത്. ആദ്യത്തെ ഹെഡായിട്ടുള്ള ഇൻവെൻറ്ററീസിലാണ്. അത് വേണമെങ്കിൽ നോട്ട്സ് ടു അക്കൗണ്ട്സ് തയ്യാറായിക്കോളൂ കേട്ടോ. നിങ്ങൾ ഇൻവെൻറ്ററീസിലാണ്, ദാറ്റ് ഈസ് 82,000. ഓക്കെ, 82,000. ഓക്കെ മക്കളെ, ഇനി നമുക്ക് എന്താണ് വരിക? അടുത്തത് വേറെ എന്തെങ്കിലും ഇൻവെൻട്രീസ് കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ അസറ്റ്സ് ആണ് റെക്കോർഡ് ചെയ്യുക. ഫിനാൻഷ്യൽ അസറ്റ്സിൽ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്, ട്രേഡ് റിസീവേഴ്സ്, ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻസ് ഒക്കെ ഉണ്ടോ നോക്കണം. ഇപ്പോൾ രണ്ടാമത്തെ ഹെഡ് ഫിനാൻഷ്യൽ അസറ്റ്സ്.
ഫിനാൻഷ്യൽ അസറ്റ്സ്. ഓക്കെ, ഫിനാൻഷ്യൽ അസറ്റ്സിൽ ആദ്യം എന്താ വരിക, ബാലൻസ് ഷീറ്റ് ഫോർമാറ്റ് എടുത്ത് ആദ്യം ഇൻവെസ്റ്റ്മെൻറ്റ്, ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടോ നോക്കുക. ക്വസ്റ്റനിൽ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ കയ്യിൽ പറയുന്നില്ല. ദെൻ അതുപോലെ തന്നെ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് കഴിഞ്ഞാൽ ട്രേഡ് റെസീവബിൾസ് ഉണ്ടോ നോക്കുക. ട്രേഡ് റെസീവബിൾസ് എന്ന് പറയുന്നത് ഡെപ്റ്റേഴ്സ് ആണ്. മറ്റൊരു രീതിയിൽ അന്ന് പറഞ്ഞതാണ്. ഡെപ്റ്റേഴ്സ് എത്രയും സാധാരണ രീതിയിൽ തന്നിട്ടുണ്ട്. ഡെപ്റ്റേഴ്സ് 37,500. അപ്പോൾ ഫസ്റ്റ് വൺ ഡെപ്റ്റേഴ്സ് 37,500 അല്ലേ മക്കളെ. ട്രേഡ് റെസീവബിൾസ് എന്ന് പറയാൻ കേട്ടോ. അതിനർത്ഥം ഡെപ്റ്റേഴ്സിന് എഴുതാതെ ട്രേഡ് റെസീവബിൾസിന് എഴുതി. നോട്ട്സ് അക്കൗണ്ട്സ് തയ്യാറായിക്കോളൂ കേട്ടോ നിങ്ങളിതിനെ. ട്രേഡ് റെസീവബിൾസ് 37,500. ഓക്കെ, 37,500 നമുക്ക് തന്നിട്ടുണ്ട്. ക്ലിയർ ആയോ? ദെൻ ഇനി അടുത്ത ഹെഡ് എന്താണ്? ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻസ് ആണ്. ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക് ഒക്കെയാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ക്വസ്റ്റനിൽ ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്കോ തന്നിട്ടുണ്ടോ നോക്കുക. ഇവിടെ തന്നിട്ടുണ്ട്. 2 ഐറ്റം ഉണ്ട്. അപ്പോൾ നോട്ട്സ് അക്കൗണ്ട്സ് തയ്യാറാക്കാം. ഞാൻ ഇവിടെ തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ. ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻസ്, ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻസ്. ആദ്യത്തെന്ന് പറയുന്നത് ക്യാഷ് ഇൻ ഹാൻഡ്. ക്യാഷ് ഇൻ ഹാൻഡ് 10,200 പ്ലസ് ക്യാഷ് അറ്റ് ബാങ്ക്. ക്യാഷ് അറ്റ് ബാങ്ക് 6,000. ഇപ്പോൾ എത്ര കിട്ടും മക്കളെ? 6,000 കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് 16,200 അല്ലേ. 16,200 ആണ് വരിക. 16,200. അപ്പോൾ രണ്ടാമത്തെ ആയിട്ടുള്ള ഫിനാൻഷ്യൽ അസറ്റ്സിൽ രണ്ടാമത്തെ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻസ് നോട്ട് നമ്പർ 9 നമ്മുടെ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻസ്. ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻസ് 16,200. ഓക്കെ, ഇനി ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും ബാങ്ക് ബാലൻസ് ഉണ്ടോ നോക്കുക, ലോൺസ് കൊടുത്തിട്ടുണ്ടോ നോക്കുക, കറണ്ട് ടാക്സ് അസറ്റ് ഉണ്ടോ നോക്കുക, വേറെ എന്തെങ്കിലും കറണ്ട് അസറ്റ്സ് അതായത് പ്രീപെയ്ഡ് ആയിട്ടുള്ള വല്ല എക്സ്പെൻസോ അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ തന്നിട്ടുണ്ടോ നോക്കുക. അപ്പോൾ നമുക്ക് അങ്ങനത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് എല്ലാം നമ്മൾ മൂന്നെണ്ണത്തിൻ്റെ 2 എഫക്റ്റ് കഴിഞ്ഞു. ഇവിടെ നമുക്ക് എന്തെങ്കിലും നോക്കി ക്യാഷ് ഇൻ ഹാൻഡ് ക്യാഷ് റെക്കോർഡ് എടുത്തു, ഡെപ്റ്റേഴ്സ് ചെയ്തു, സൺഡറി എക്സ്പെൻസ് മുമ്പ് ചെയ്താണ്, റെൻറ്റ് ചെയ്താണ്, ഡിവിഡൻറ്റ് പെയ്ഡ് ചെയ്തതാണ് അല്ലേ. ഇവിടെ പ്രോഫിറ്റ് എടുത്തു, പിന്നെ എന്തെങ്കിലും സൺഡറി ക്രെഡിറ്റേഴ്സ് എടുത്താണ്, ഡിസ്കൗണ്ട് റെസിപ്റ്റ് ഒക്കെ എടുത്ത ഐറ്റമാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ അവിടെ ഓരോ സ്ഥലത്ത് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ച ഐറ്റംസ് ആണ്. ഇനി നമുക്കതിലൊന്നും റെക്കോർഡ് ചെയ്യാനില്ല, എല്ലാം നമ്മളിവിടെ ചെയ്ത് വെച്ചു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനി ടോട്ടൽ ചെയ്യാം. അപ്പോൾ ടോട്ടൽ അസറ്റ്സ് 41,400 പ്ലസ് 4,347 പ്ലസ് 82,000 പ്ലസ് 37,500 പ്ലസ് 16,200 18,147. നമ്മുടെ ബാലൻസ് ഷീറ്റ് ടാലി ആയിട്ടോ. 18,140 1,81,477. ഓക്കെ, അപ്പോൾ തന്നെയല്ലേ നമുക്ക് വന്നിരിക്കുന്ന ലാബിലിറ്റിയും ബാലൻസ് ഷീറ്റും നമ്മുടെ ടാലിയായി. ഓക്കെ, മനസ്സിലായോ മക്കളെ? പിന്നെ ഇവിടെ നമുക്കിനി കമ്മിറ്റ്മെൻറ്റ്സും കണ്ടിൻജൻറ്റ് ലാബിലിറ്റി തന്നിട്ടുണ്ടെങ്കിൽ ഇതിന് താഴെ എഴുതണം കേട്ടോ. അത് നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ അത് ബാലൻസ് ഷീറ്റിന് ക്ലോസ് ചെയ്യാണ്. ദെൻ അതുപോലെ നോട്ട്സ് അക്കൗണ്ട്സും ക്ലോസ് ചെയ്യാം കേട്ടോ. ഇവിടെ എനിക്ക് സ്പേസില്ല ക്ലോസ് ചെയ്യാം. നമ്മൾ ക്ലോസ് ചെയ്തിട്ട് വരച്ചിടും കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ നമ്മുടെ പ്രോബ്ലം അവസാനിച്ചു. അപ്പോൾ മനസ്സിലാക്കി വെക്കുക, ആദ്യം തന്നെ എന്ത് വേണം, രണ്ടിനെ കുറിച്ചിട്ടുള്ളൊരു ഐഡിയ വേണം. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്, ബാലൻസ് ഷീറ്റ് എങ്ങനെ തയ്യാറാക്കാമെന്ന് അറിയണം. അതോടൊപ്പം തന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് എങ്ങനെ റെക്കോർഡ് ചെയ്യാമെന്ന് അറിയണം. ഓരോരുത്തരുടെയും എഫക്റ്റ് അങ്ങനെ വരുന്നതെന്ന് അറിയണം. അപ്പോൾ തറോലി ഫോർമാറ്റ് പഠിക്കുക. ഓക്കെ മക്കളെ, ഇനി ഇതിൽ റെക്കോർഡ് ചെയ്തത് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു മക്കളെ.